സങ്കീർത്തനങ്ങൾ 25 വായിക്കുക സിസ്റ്റർ. യഹോവേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ടേ ഉള്ളവയല്ലോ. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയ നിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. യഹോവേ, എന്റെ അകൃത്യം വലിയത്. നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. യഹോവക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഖ്യത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. എന്റെ കണ്ണെപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു. അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എന്നിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. എനിക്ക് മനപ്പീടുകൾ വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സങ്കടങ്ങൾ എന്നെ വിടുവിക്കണമേ. എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എന്റെ ശത്രുക്കളെ നോക്കണമേ. അവർ പെരുകിയിരിക്കുന്നു. അവർ കഠിനദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. എന്റെ പ്രാണനെ കാത്തെന്നെ വിടുവിക്കണമേ. നിന്നെ ശരണമാക്കിയിരിക്കാൻ ഞാൻ ലജ്ജിച്ചു പോകരുതേ. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിന്റെ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമുക്കറിയാം 22, 23, 24, 25 ഇതെല്ലാം ദാവീദിന്റെ സങ്കീർത്തനം തന്നെയാണ്. അപ്പൊ ഹല്ലേലൂയ. ഇവിടെ ആണെങ്കിൽ ആമീൻ അവിടെ പറയുന്നത്, യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുത്. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് ഹല്ലേലൂയ മനസ്സിൽ നമ്മുടെ ഹൃദയം ഹല്ലേലൂയ ദൈവത്തിങ്കിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ശനിയാഴ്ച പ്രാർത്ഥന സങ്കീർത്തനം ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പം അവിടെ ആ ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തും. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. എന്തിനാ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? ലജ്ജിച്ചു പോകരുത്. എന്നിട്ട് എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ ദാവീദിന് ചുറ്റും ശത്രുക്കൾ. നമുക്ക് എല്ലാവർക്കും ദാവീദ് എപ്പോഴും ഓട്ടം തന്നെയാണ്. എപ്പോഴും ശത്രുക്കളാണ് പിന്നാലെ. അപ്പൊ പക്ഷെ അവിടെയെല്ലാം ശത്രുക്കൾ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ലജ്ജിക്കരുത്. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിയെന്ന് വെച്ചാൽ ശത്രുക്കൾ ദാവീദിനെ തോൽപ്പിക്കാൻ ഇടയാക്കില്ല. അപ്പൊ ദാവീദ് ആശ്രയിക്കുന്ന എപ്പോഴും നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ദാവീദിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ദാവീദ് അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരെയോ ചുറ്റുപാടും നിൽക്കുന്നവരോ ഒന്നും ആശ്രയിക്കുന്ന കാണുന്നില്ല. ദാവീദ് എപ്പോഴും ദാവീദിനെ കണ്ണ് എവിടെ മുകളിലേക്ക് ഉയർത്തുക. ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. അപ്പൊ ദൈവത്തോട് ഹല്ലേലൂയ വിളിച്ചപേക്ഷിക്കും. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കും. ദൈവത്തിലേക്ക് സ്വന്തം ഹൃദയത്തെ പകരും. ഹല്ലേലൂയ. മനുഷ്യർ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് ദാവീദ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പൊ അവിടെ എന്നിട്ട് പറയുന്ന അടുത്തരം, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്ന ലജ്ജിച്ചു പോകും. എന്നിട്ട് ദാവീദ് തന്നെ പറയണം, യഥാർത്ഥമായിട്ട് ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. അപ്പൊ വെറുതെ ദ്രോഹിക്കുന്ന ലജ്ജിച്ചു പോകത്തില്ല. അപ്പം നമ്മൾ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തെ കാത്തിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ അപ്പൊ ദൈവം നമ്മളോട് പുതിയ നിയമത്തിൽ നമ്മളോട് പറയും, നമുക്ക് ആത്മാവിന്റെ ഫലത്തിൽ പറയുന്ന സ്വഭാവമാണ്, നമുക്ക് ദീർഘക്ഷമ ഉണ്ടാണല്ലേ. ഹലോ സാറാ മിസ്റ്റർ ക്യാമറ ഇച്ചിരി നോക്കി വെക്കുക, കാരണം എനിക്ക് മുഖം കാണുന്നില്ല. അപ്പം ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമ്മൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചിട്ട് നമ്മൾ കാത്തിരിക്കണം കേട്ടോ. കാരണം കാത്തിരിക്കുന്ന ലജ്ജിത. കാരണം നമ്മുടെയൊക്കെ പ്രശ്നം വെച്ചാൽ നമ്മൾ വിളിച്ചപേക്ഷിക്കും, ദൈവത്തോട് ചോദിക്കും, പക്ഷേ ഇത് നമ്മൾക്ക് കാത്തിരിക്കാൻ സമയമില്ലാതെ നമ്മൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് വേറെ വഴി തിരക്കി പോകും. ആമേൻ. അല്ലേ? കാരണം
ദൈവത്തിന്റെ മറുപടി വരാൻ ചിലപ്പം ദൈവത്തിന്റെ സമയം ചിലപ്പോൾ വായിക്കും. പക്ഷെ അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ചില ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് അന്വേഷിക്കും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് നമ്മള് ദൈവത്തെ കാത്തിരിക്കുകയാണെന്ന്, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത്, അല്ലെങ്കിൽ ദൈവം ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ ദാവീദും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ദാവീദാണെങ്കിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവത്തോട്, കർത്താവേ എനിക്ക് ഹല്ലേലൂയ, ഞാൻ നിന്നെ ആശ്രയിക്കുകയാണ്, എന്റെ ഹൃദയം നിന്നിലേക്ക് നോക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് ദൈവത്തെ വിളിച്ച് നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോല. പദം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ദൈവത്തെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകും. പക്ഷെ നമ്മൾ ദൈവത്തെ കാത്തിരിക്കുന്നില്ല എങ്കിൽ നമ്മൾ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും, നമ്മൾ അപേക്ഷയൊക്കെ കൊടുക്കുന്ന ദൈവമേ ഹാലെ സഹായിക്കണേ എന്നൊക്കെ പറയും. പക്ഷേങ്കില് നമ്മളവിടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമ്മൾ ചില ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് അന്വേഷിച്ച് പോകാറുണ്ട്. ഹാലയില്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ ലജ്ജിച്ചു പോകും. കാരണം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, നമ്മൾ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഒക്കെ അന്വേഷിച്ച് പോയി അത് ലജ്ജിച്ചു പോകത്തതേ ഉള്ളൂ. അല്ല, ഒന്നും നടക്കത്തില്ല. അല്ലല്ലേ? കാരണം ദൈവത്തിന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. നമ്മുടെയൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തിന് ചില നിർബന്ധങ്ങൾ ഉണ്ടാകും. അല്ലെ, ദൈവം തന്നെ ചെയ്തു എന്ന്. അപ്പൊ നമ്മൾ പല സൊല്യൂഷൻസ് ഒക്കെ അന്വേഷിക്കും. പക്ഷേ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ മിക്കവാറും നടക്കാറില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ അവിടേക്ക് ലജ്ജിച്ചു പോകും. ഒരാളോട് പോയി ചോദിക്കുവോ, അല്ലെങ്കിൽ ഒരാളെ സഹായം അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് എന്താ ഫലം എന്ന് വെച്ചാൽ ലജ്ജ മാത്രമായിരിക്കും ഫലം. കാരണം അവരാരും അനങ്ങത്തില്ല. കാരണം അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആ വ്യക്തിയോട് നമുക്ക് വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ദൈവം അവരുടെ ഹൃദയത്തെ കഠിനമാക്കാറുണ്ട്. നമ്മളോടും കാരണം തോന്നിക്കത്തില്ല. കാരണം വെച്ചാൽ ദൈവത്തിന് അവിടുന്ന് നമ്മൾ സഹായം വാങ്ങുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ട് ദൈവം അത് മുടക്കിക്കളയും. അപ്പൊ അതുകൊണ്ട് നമുക്കപ്പൊ എന്താ, നമ്മൾ വെറുതെ ചോദിക്കുകയും ചെയ്യും, നാണം കെടുകയും ചെയ്യും. അപ്പം വെറുതെ ലജ്ജയും മേടിച്ച് കൂട്ടും. അപ്പൊ അതിനെക്കാട്ടി ഭേദം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ കാത്തിരിക്കുന്നവരാണ്. ദാവീദ് പറഞ്ഞാല് അവൻ ലജ്ജിക്കും. നമ്മൾ നിന്നെ കാത്തിരിക്കും ഒരുത്തൻ ലജ്ജിച്ചു പോലെ. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നമ്മളെ വെറുതെ ദ്രോഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യമില്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. കാരണം ഒന്നുമില്ലെങ്കിൽ അവരുടെ പേര് കേൾക്കുമ്പോൾ കുറ്റം പറഞ്ഞേക്കാന്നെങ്കിലും വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ലജ്ജിച്ചു പോകണമെങ്കിൽ എന്താ വേണ്ട, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം ചെയ്തെന്ന് പറയുമ്പോഴാണോ നമ്മൾ ദ്രോഹിക്കുന്നത് ലജ്ജിച്ചു പോകുന്നത്? അത് നമ്മൾ കടം വാങ്ങി എന്തെങ്കിലും കാര്യം സാധിച്ചെന്ന് പറയുമ്പോഴാണ്? ഒരു സാമ്പത്തിക ആവശ്യം തന്നെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഓക്കെ, നമ്മള് ഒരു രോഗം വന്നിട്ട് നമ്മളെ കുറിച്ച് കുറ്റം പറയും, അപവാദിയുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നല്ല ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്ത് സുഖമായിട്ട് വന്നിട്ട് പറയുവോ, ദൈവം എനിക്ക് അത്ഭുതം ചെയ്തെന്ന് പറയുമോ? അപ്പൊ നമ്മൾ എവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലജ്ജിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അപവാദി അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ ലജ്ജിച്ചു പോകുന്നത്? ഏത് രോഗം വന്നാലും, ഏത് ഭാരം വന്നാലും എന്നെ വിടുവിക്കാൻ എന്റെ സർവശക്തനാ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ആ ദൈവത്തിന്റെ വിടുതൽ കണ്ട് ഹാലയിലെ സന്തോഷിക്കുമെങ്കിൽ ഹാലയിലെ. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം പറഞ്ഞ, പ്രവാസികളെ കൂട്ടി വരുത്തിയപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. കാരണം അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല സംഭവിച്ചെന്താ. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ. അല്ലെ, നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് കാശൊക്കെ ചെലവാക്കിയിട്ട് നമ്മൾ പറയോ, അയ്യോ ഞാൻ സ്വപ്നം കാണുന്നത് പോലെ ആയിപ്പോട്ടെ ദൈവപ്രവൃത്തി കണ്ടപ്പോൾ പറയാം? ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്വപ്നം കാണുന്നവരെ പോലെ ആകണമെങ്കിൽ പണ്ടൊക്കെ ആൾക്കാർ നുള്ളു നോക്കിക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ സ്വപ്നം കാണുന്നത് അതുപോലെ ആകണമെങ്കിൽ ആ ദൈവം തന്നെ പ്രവർത്തിക്കണം. ദൈവപ്രവൃത്തി കണ്ടിട്ട് സ്വപ്നം കാണുന്നവരെ പോലെ ആയിട്ടുള്ള ആരുണ്ട്? ഹല്ലേലൂയ. കാരണം ഇപ്പൊ നമ്മൾ പറയാം, ഒരിക്കലും ഇപ്പൊ നമ്മുടെ അതിരിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. പുള്ളിക്കാരി പറഞ്ഞ, ഒരിക്കലും മദ്യപാനം നിർത്തുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. പക്ഷേ ഒരു പ്രഭാതമായപ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസമായപ്പോൾ അത്രത്തോളം മദ്യപിച്ചുകൊണ്ട് ആള് ഞാൻ ഇനി ഒരു കുടിക്കുന്നില്ല തീരുമാനം എടുത്ത നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റും. പറയോ ദൈവം ഇത് സത്യമാണോ, ഞാൻ സ്വപ്നം കാണുവാണോ, ഇത് യാഥാർത്ഥ്യമാണോ എന്നൊക്കെ നമുക്ക് തോന്നും. അല്ലേ? അങ്ങനെയൊക്കെ തോന്നും. അതുപോലെ ഒരാൾ പെട്ടെന്ന് ഹാലയിലെ സ്വഭാവമൊക്കെ മാറ്റി ഹാലയിലിയ ഞാൻ എന്റെ ഇതെല്ലാം കളഞ്ഞ് ഞാൻ ഇനി കർത്താവിന് അനുസരിച്ച്. ചില ആൾക്കാരെ കൊണ്ട് ഭയങ്കര ഉപദ്രവകാരികളൊക്കെ ആയിരിക്കും. പക്ഷേ അവര് ഒരു പ്രഭാതമാകുമ്പോ ദൈവം ഒന്ന് തൊട്ട് കഴിയുമ്പോൾ അവർ ഡിസിഷൻ എടുക്കും, ഞാൻ അതെല്ലാം ഉപേക്ഷിക്കുകയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കാം. ഞാൻ ഇന്നലെ ഒരു പാസ്റ്റർ മെസ്സേജ് കേട്ടപ്പോ ഒരു സാക്ഷ്യം കേട്ടു. അതേപോലെ ആ സഹോദരൻ ആ ചർച്ചിലെ, പക്ഷെ ഇതുവരെ ആ സാക്ഷ്യം അവിടെ പറഞ്ഞത്. പക്ഷെ എന്റെ കഴിഞ്ഞ ദിവസം
യൂത്ത് ക്യാമ്പ് എന്നാണ്. അപ്പൊ അവിടെയാ സാക്ഷ്യം പറയുന്നതായിട്ട്. കാരണം പുള്ളി വിശ്വാസത്തിൽ വന്ന സമയത്ത് അദ്ദേഹം സ്കൂളിൽ അദ്ദേഹത്തിനെ പഠിച്ച് അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. പുള്ളി ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം റോഡിൽ കൂടെ ഇങ്ങനെ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീടിന്റെ വാതൊക്കെ അദ്ദേഹത്തിന്റെ 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു പയ്യൻ പുറത്ത് നിൽക്കുന്നു, വളരെ വിഷമിച്ച് നിൽക്കുന്ന കണ്ട്. അപ്പൊ അടുത്ത് എന്നിട്ട് ചോദിക്കും, എന്താ നീ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ പറയും, അത് എന്റെ ഒരു റിലേറ്റീവ് ഒരു പെങ്കൊച്ചുണ്ട്, അവർ അമ്പലത്തിനടുത്താണ്, ഹിന്ദുക്കൾ, അവർ റിലേറ്റീവ് പെങ്കൊച്ചുണ്ട്, അതിന്റെ ദേഹത്ത് ഭൂതം കയറി. അപ്പൊ ഇവിടെ ഒരാഴ്ചയുടെ ഒരു ഒഴിപ്പിക്കാൻ ഇവിടെ ആൾക്കാർ അവരുടെ അമ്പലത്തിൽ ആരണ്ടൊക്കെ വന്നിട്ടുണ്ട്. അവർ ഒരാഴ്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ഊതോട്ട് പോകുന്നില്ല. അവരൊക്കെ അവിടെ കിടന്ന് ശ്രമിക്കുന്നു. അപ്പൊ ഈ പുള്ളിക്കാരൻ അപ്പൊ എന്താ ചെയ്യുന്ന അറിയാത്തോണ്ട് വിഷമിച്ച് നിൽക്കുക. അപ്പൊ ഈ പുള്ളിക്കാരൻ വിശ്വാസി, പുതിയതായിട്ട് വന്നതേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കൊരു ധൈര്യമില്ല. കേറിയിട്ട് അവൻ പറയാം, പുള്ളി എന്താ പയ്യെ അത് കേട്ടിട്ട് സൈക്കിളും കൊണ്ട് മുമ്പോട്ട് പോവാ. സൈക്കിൾ എടുത്തങ്ങ് പോയി മുന്നോട്ട് ഇപ്പൊ അവിടെ വെച്ച് വഴി വെച്ച് ആന്റിയെ കണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ആന്റിയെ കണ്ട് മനസ്സിലായി, ആന്റി പ്രാർത്ഥിക്കുന്ന ആന്റിയാന്നറിയാം. അപ്പൊ ആന്റി ഇങ്ങനെ സംഭവം ഉണ്ട്, ഇല്ല വീടില്ല, അറിയാം ഹിന്ദുക്കളല്ല. അപ്പൊ ഇതുപോലൊരു പ്രശ്നമുണ്ട്, അവിടുത്തെ പെങ്കൊച്ചിന്റെ അതായത് ഭൂതം കയറിയിട്ടുണ്ട്. അപ്പം ആന്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റുക, അത് വിഷമിക്കണ്ട പറഞ്ഞു, ഇപ്പൊ തന്നെ പോകാൻ. ആന്റി പക്ഷെ പോയപ്പം മിടിക്ക് നമ്മളെ പോലൊക്കെ വലിയ വിശ്വാസമുള്ള ആന്റിയാണ്. ആന്റി പോയപ്പോ ഒരു പാസ്റ്റർ കൂടെ കൂട്ടിക്കണ്ട പോയത്. ആന്റി ഒറ്റയ്ക്ക് പോയില്ല. ഹല്ലേലൂയ. ആന്റി പാസ്റ്റർ കൂടെ കൂട്ടി അവിടെ ചെന്ന് പാസ്റ്ററുമായി ചെന്ന് പ്രാർത്ഥിച്ച് ആ പെങ്കൊച്ചിന്റെ അതായത് ഭൂതം ഒഴിഞ്ഞു പോയി. ഹല്ലേലൂയ. ആ കുടുംബം മുഴുവൻ അതോടുകൂടി രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. ആ ഭൂതം വായിച്ച പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച ഒരു പാസ്റ്ററാണ്. ഈ സഹോദരന്റെ കൂട്ടുകാരൻ ഒരു പാസ്റ്ററാണ്. ഹല്ലേലൂയ. ആ കുടുംബത്തിൽ മൊത്തം ആൾക്കാരും ദൈവരാജ്യത്തിന് ശക്തമായി പ്രയോജനപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ സംഭവിച്ച കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവരുടെ ജീവിതത്തിൽ അത് അവർക്ക് അത്രയും നാൾ അവർ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും അവരുടെ മതപരമായിട്ടും മറ്റു കാര്യങ്ങൾ അവർ അറിവനുസരിച്ച് ചെയ്തിട്ടും, പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഒരു പാസ്റ്റർ കൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ചപ്പോ ഈ സാധനം വിട്ടുപോയായിരുന്നൊരു, അയ്യോ സത്യമാണ്, സ്വപ്നം കാണുന്ന പോലെ ആയി തോന്നുന്നു അല്ലെ. ഇങ്ങനെ അത്ഭുതമൊക്കെ നടക്കുമ്പോ അവർക്കത് വിശ്വസിക്കാൻ പ്രയാസം തോന്നും. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്. നമ്മൾ പറഞ്ഞ സ്വപ്നം കാണുന്നവരെ പോലെ ആയി നമ്മൾ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട അത്ഭുതങ്ങൾ. അപ്പൊ ഇവിടെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ ഒരു അപേക്ഷ വെച്ച് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അങ്ങനെയൊക്കെയാ. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത് എന്താ, നമ്മളൊക്കെ പഴപ്പം ഞാൻ എപ്പോഴും ദൈവത്തോട് പറയുന്ന കാര്യം, ദൈവമേ അതെങ്ങനെ സംഭവിക്കും, അതിങ്ങനെ വരും, അതിന്റെ മുഖാന്തരം വേണ്ട, അതിന് കാര്യം വേണ്ട, ഇത് വേണ്ടേ അത് വേണ്ടേ, അതൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് ദൈവത്തിൽ നിന്നിട്ട് എപ്പോഴും. അപ്പം പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു മുഖാന്തരം വേണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. അത് അങ്ങനെ ഞാൻ ദൈവത്തോട് ഇരുന്ന് ചോദിച്ച ദിവസമാണ് പിറ്റേ ദിവസം എനിക്ക് ദൈവം ഫിലിപ്പൈൻസ് നടന്നൊരു അത്ഭുതം മലയാള മനോരമ ന്യൂസിൽ വന്നതാണ്. നമ്മുടെ അതില് വന്നപ്പോ എനിക്കത് കാണിച്ചു തന്നു. ഹല്ലേലൂയ. കാരണം ഇംഗ്ലീഷ് വേർഷൻ ഇതിൽ വന്നപ്പം മേനകത്ത് കാണിച്ചു കാരണം അവിടെ ഒരു ബെന്തക്കോസ്റ്റ് ഒരു വിശ്വാസിയ മനുഷ്യൻ ശവപ്പെട്ടി നിർമ്മാണിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പറമ്പിൽ നിന്ന് പണിയെടുത്തോണ്ട് നിൽക്കുക. അദ്ദേഹത്തിന് കുറെ പറമ്പൊക്കെ ഉണ്ട്, പാടമൊക്കെ ഉണ്ട്. അതിലേക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഉൽക്ക വന്ന് താഴെ വീണ്. ഹല്ലേലൂയ. ആ ഉൽക്ക കോടിക്കണക്കിന് രൂപ വിലയുള്ള ഉൽക്കയായിരുന്നു. അതപ്പൊ വിറ്റ് അദ്ദേഹം കോടീശ്വരനായി. അദ്ദേഹം കുറെ ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ അത് കാണിച്ചുകൊണ്ട് ദൈവം എന്നോട് ചോദിച്ചു, എനിക്ക് പ്രവർത്തിക്കാൻ മുഖാന്തരം വല്ലതും വേണോന്ന് ചോദിച്ചത്. നമ്മളാണെങ്കിൽ എന്തെങ്കിലും ജോലി വേണ്ടേ, അല്ലെങ്കിൽ ബിസിനസ് വേണ്ടേ, അല്ലെങ്കിൽ അവിടുന്ന് വരണ്ടേ ഇവിടുന്ന് വരണ്ടേ, ഇതൊക്കെ. അപ്പൊ ദൈവം എനിക്ക് പ്രവർത്തിക്കാൻ ഒരു മുഖാന്തരം വേണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞു ഇത് കാണിച്ചു തന്നിട്ടും നമ്മളിപ്പോഴും നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധിപരമായ ചിന്ത എന്താ, എവിടുന്ന് വരും, എങ്ങനെ വരും, ഇത് എവിടുന്ന്, ആ ഒരു ചിന്ത ഇപ്പോഴും നമ്മളെയൊക്കെ ഭരിക്കുന്നു. പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു മുഖാന്തരം. കാരണം ഈ കാണുന്ന സകലം ദൈവം എന്താ വാക്കിനാൽ ഉളവാക്കിയതാണ്. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവത്തെ കാത്തിരിക്കുന്നവർ ആരും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. നമ്മളെ വെറുതെ ദ്രോഹിക്കുന്ന ലജ്ജിച്ചു പോകത്തേ ഉള്ളൂ. യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തന്നെ. അടുത്ത പറയുന്നത്, യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നമ്മൾ പോകേണ്ടുന്ന വഴി ഏതെന്ന് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തണമേ. നമുക്ക് തോന്നുന്ന വഴി കൂടെ ഓടിക്കൊണ്ടിരിക്കുക ഇപ്പോഴും. ഹല്ലേലൂയ. ഞാൻ പറയാം, ഓട്ടക്കളത്തിൽ ഓടുന്നവർക്കറിയാം, ഓടിയിട്ടുള്ളവർക്കറിയാം, നമ്മൾ ട്രാക്ക് മാറി ഓടിക്കുക നമുക്ക് സമ്മാനം കിട്ടത്തില്ല അല്ലെ. നമുക്ക് തന്നിരിക്കുന്ന ട്രാക്ക്, ഹല്ലേലൂയ, നമുക്ക് ആ നമ്പർ, ആ ട്രാക്കിൽ തന്നെ നമ്മൾ ഓടണം. അതുപോലെ ദൈവം നമുക്ക് വേണ്ടി വരച്ചേക്കുന്ന ചില ട്രാക്കുകളല്ല, ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചില വഴികളുണ്ട്. ആ വഴികൾ തന്നെ നമ്മൾ, അപ്പൊ അതാണ് യഹോവേ നിന്റെ വഴികൾ തന്നെയാണ്. അപ്പൊ ആ വഴി ഏതെന്ന് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കി അതിൽ കയറി ഓടുന്ന ആ വഴിയിലൂടെ നടന്നാൽ മാത്രമേ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തുള്ളൂ. അടുത്തവർ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തന്നെ. അപ്പൊ ദൈവത്തിന്റെ പാതകളിലൂടെ നടക്കണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ നമ്മളിൽ വചനപ്രകാരം നടക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഗൈഡ് ചെയ്യുന്ന പോലെ നടക്കണം. അത് നമുക്ക് ദൈവം തന്നെ ഉപദേശിച്ചു തരും.
ആ വഴിയിലൂടെ വേറെ വഴിയിലൂടെ ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മലയാളത്തിൽ ഒരു കുറുക്ക് വഴികൾ എന്ന് പറഞ്ഞ ഒരു ഇത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. കുറുക്ക് വഴി എപ്പോഴും എവിടേക്കൊക്കെ ചെന്ന് അവസാനം വീടിന്റെ പിന്നാമ്പുറത്ത് അല്ലെ ചെളിക്കുണ്ടിയിൽ അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ഇത് അവസാനിക്കാൻ നല്ല വഴിയിലൂടെ പോയാൽ മാത്രമേ സേഫ് ആയിട്ട് അങ്ങെത്തും. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മളിപ്പോ പറമ്പിൽ കൂടെ ഒക്കെ കയറി പോയിട്ട് പണ്ടുള്ളവർക്ക് അവിടുന്ന് മുള്ളും കൊണ്ട് ഇവിടുന്ന് കുപ്പിച്ചില്ലും തട്ടി അങ്ങനെ പല ഇതൊക്കെ സംഭവിച്ചാലേ നമ്മൾ ഇവിടെ എത്താറുണ്ടായിരുന്നു. പക്ഷേല് അപ്പൊ കുറുക്ക് വഴി ഒന്നും നോക്കി പോകേണ്ട കാര്യമില്ല. നമ്മൾ നടക്കേണ്ട വഴി ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ ദൈവമേ, നിന്റെ വഴികളെ എനിക്ക് ഉപദേശിച്ച് തരണമേ, അറിയിക്കണം നിന്റെ പാതകളെ എനിക്ക്. അപ്പൊ ദൈവം തന്നെ നമ്മൾ നടക്കേണ്ട വഴി അറിയിച്ചു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ദൈവത്തോട് ചോദിച്ച് ആ വഴിയിലൂടെ തന്നെ നമ്മൾ നടക്കാനായിട്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കൾ എപ്പോഴും നടക്കേണ്ടുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒപ്പടാക്കിയ വഴിയിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. അല്ലാതെ നടന്നാലും പോവും. ഞാൻ എപ്പോഴും പറയും, ദൈവഹിതമല്ല കല്യാണം കഴിച്ച കുട്ടികൾ ഉണ്ടാകും. ബൈബിളിൽ തന്നെ എക്സാമ്പിൾ ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ച കുട്ടികൾ ഉണ്ടാകും. ഹാലലിയ. അപ്പം നമ്മുടെ യാക്കോബും ലേയുടെയും വിവാഹം യാക്കോബിന് ഇഷ്ടമുണ്ടായ വിവാഹമായിരുന്നു. ഇല്ല, അവർക്കും കുട്ടികൾ ഉണ്ടായി. അപ്പം ദൈവം പിന്നെ അതുപോലെ നമുക്കിപ്പോ ദൈവം പറയാത്ത ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വിവാഹത്ത് എല്ലാം സംഭവിക്കും. നമുക്ക് നമ്മൾ ദൈവഹിതമല്ലാത്ത വിദ്യാഭ്യാസത്തിന് പഠിക്കാൻ പറ്റുമോ? പഠിത്തം നടക്കും. പക്ഷേല് ഇതെല്ലാം നമ്മൾ പോകുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് ഉദരത്തിൽ ജനിച്ചാല് അത് നമ്മളെപ്പോഴും ആരോഗ്യമുള്ള കുഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ അത് മാസം തികഞ്ഞ് നന്നായിട്ട് അത് പുറത്തു വരുമ്പോഴാണ്. അല്ലാതെയൊക്കെ പ്രസവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. അവരും ജീവിക്കും. പക്ഷേ പെർഫെക്റ്റ് ഒരു കുഞ്ഞെന്ന് പറയുമ്പോഴത്തേന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജനിക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ പെർഫെക്റ്റ്, അല്ലെങ്കിൽ മറ്റൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ആ കുഞ്ഞുങ്ങളെ നോർമൽ ആക്കി എടുക്കുന്നത്. ഇപ്പൊ നേരത്തെ പ്രീമച്ചറായ കുട്ടികളെ ഇൻക്യുബേറ്റർ വെക്കും, പല ട്രീറ്റ്മെന്റ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷമാണ് അവർ നോർമൽ ഷെയറിലേക്ക് എത്തുന്നത്. ഇവിടെ ദൈവത്തിന്റെ വഴിയിൽ നടക്കുകയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം വരത്തില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് എത്തിക്കണം. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നില്ല, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. സത്യം, ദൈവത്തിന്റെ സത്യമായ വചനത്തിൽ തന്നെ നടക്കുക. അത് നമ്മളെ പഠിപ്പിക്കണം. ആര് പഠിപ്പിക്കും? ദൈവം നമ്മളെ പഠിപ്പിക്കും. ഹല്ലേലൂയ. നമ്മളെ മനുഷ്യൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പലർക്കും പലപ്പോഴും പല മിസ്റ്റേക്കുകൾ പറ്റും. കാരണം അവരവരുടെ ബുദ്ധിയിൽ നിന്നും അവർക്ക് അവരുടെ അറിവിൽ നിന്നും അവരുടെ സാഹചര്യത്തിൽ നിന്നും അവര് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ദൈവം നമ്മളെ പഠിപ്പിക്കുമ്പം ദൈവം നമ്മളോട് ഇരുന്ന ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്ന് ആ ദൈവത്തിന്റെ ടീച്ചിങ്ങിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ദൈവത്തിന്റെ സത്യത്തിൽ ആ വചനത്തിലാണ് ദൈവം നമ്മൾ പഠിപ്പിക്കുന്നത്, അതിലൂടെ നമ്മൾ പോകുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ തെറ്റിപ്പോകത്തില്ല. അവിടെ അടുത്ത് പറയുന്നത്, നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നല്ലോ, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. അപ്പൊ ദൈവം നമ്മുടെ രക്ഷയുടെ ദൈവം. അപ്പൊ നമ്മൾ ആവശ്യം വരുമ്പോൾ മാത്രം ദൈവത്തെ പ്രത്യാശ വെക്കുന്നു. നല്ല ഇവിടെ ഭക്തൻ പറഞ്ഞു, ദിവസം മുഴുവൻ 24 മണിക്കൂറും 365 ദിവസവും നമ്മൾ എവിടെയാ? ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കണം. ഹല്ലേലൂയ. നമ്മളൊക്കെ എപ്പോഴും പ്രത്യാശ വെക്കുന്നേ, ദൈവത്തിൽ ആശ്രയിക്കുന്നേ, ദൈവത്തോട് ചോദിക്കുന്നത്, കർത്താവ് വഴി തുറന്നു തരണം, കാണിച്ചു തരണമേ, പോകേണ്ട വഴി കാണിച്ചു. ഇതൊക്കെ പറയുന്നത് എപ്പോഴാ? ആവശ്യ സമയത്ത്. അല്ലാത്തപ്പോ നമുക്ക് തന്നെ നടക്കാൻ അറിയാല്ലേ? അങ്ങനെയാണോ നമ്മളൊക്കെ? 24 മണിക്ക് ദൈവമേ, ഞാൻ അങ്ങോട്ട് പോകണോ, ഞാൻ ഇത് ചെയ്യണോ, ഞാൻ എവിടെ പോകണം, ഇന്നിപ്പോ അവിടെ എവിടെങ്കിലൊക്കെ പോകാനായിട്ട് നമ്മളങ്ങ് പ്ലാൻ ചെയ്ത് ദൈവത്തോട് ചോദിക്കത്തൊന്നുമില്ല. അങ്ങോട്ട് പോവുക അല്ലേ? അതോ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ്, ദൈവമേ ഞാൻ പോകണം, എനിക്ക് ഇങ്ങനെ ആവശ്യമുണ്ട്, ഞാൻ പോകണോ വേണ്ടായ? ദൈവത്തോട് പ്രാർത്ഥിച്ച് എത്ര പേര് ആലോചന ചോദിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ട്? ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന വെച്ചിട്ട് കല്യാണത്തിന് പോയിട്ടുണ്ട്? അല്ല, ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന വെച്ചിട്ട് ബാക്കി ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ഒരു വിസിറ്റ്, ഒരു വീട്ടിൽ പോകാനായിട്ട് ആളെ കാണാൻ പറ്റുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോകുന്നത്, എവിടേക്ക് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചിച്ചിട്ട് പോകുന്ന ആരുണ്ട് അതിനകത്ത്? ചിലപ്പോൾ അവൾ ഓർക്കത്ത് പോലും ദൈവത്തോട് ചെയ്യുമ്പോൾ അങ്ങ് പോകും. അതേ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയാം. ഇപ്പം ഒരു ഞായറാഴ്ച ദിവസം ചർച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം, കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏത് റെസ്റ്റോറന്റിൽ പോകണം എന്ന് തന്നെ ആലോചിക്കല്ലേ? ദുബായ് കരാമലാണെങ്കിൽ മലബാർ എക്സ്പ്രസിൽ പോകണോ,
മലബാർ പാലസിൽ പോകണോ, കാലിക്കറ്റ് പാരഗണിൽ പോകണം, അങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണല്ലോ. അല്ലെ, ഇവിടെ എവിടെ പോകണമെന്നായിരിക്കും ദേപ്പൊട്ടി പോകണം. ഇതൊക്കെ നമ്മുടെ ചിന്തയിൽ ഇതാ വരുന്നല്ലേ. അല്ല കർത്താവേ, ഓ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇവിടെ ഏത് റെസ്റ്റോറൻറ്റ് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ കർത്താവ് എവിടെ നിന്ന് കഴിക്കാന്ന് ചോദിക്കാറെങ്കിലും ഇല്ല. നമ്മുടെ കാശില്ലെങ്കിലോ, നമ്മുടെ 10ന്റെ പൈസ ഇല്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണത് കർത്താവേ ഹാലേലുയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വഴി തുറക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആമേ ദൈവമേ ഹാലേലുയ ഇത് ചോദിച്ച് നമ്മൾ ദൈവത്തിനുള്ള പ്രാർത്ഥിക്കും. പക്ഷെ കാശ് കയ്യിലുണ്ടെങ്കിൽ ഏത് റെസ്റ്റോറൻറ്റിൽ പോകണം നമ്മൾ അന്വേഷിക്കുന്നത്, നമ്മുടെ ഓപ്ഷന് അങ്ങനെയല്ലേ? ആണോ? ഷോപ്പിങ്ങിന് വന്നേരം നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു, എല്ലാ കാര്യങ്ങൾക്കും ദൈവമേ ഞാൻ ഏത് കടയിൽ പോകണം, എവിടുന്ന് വാങ്ങണം എന്ന് ചോദിക്കാറുണ്ടോ? എന്തേ ആരും ഇറങ്ങാതിരിക്കുക? ഞാൻ നിങ്ങളോടല്ലേ സംസാരിച്ചിട്ടുണ്ടെക്കുന്നത്. ചോദിക്കാറുണ്ടോ? സാറാമ്മ സിസ്റ്ററെ, സാറാമ്മ സിസ്റ്റർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം, കർത്താവിനോട് കർത്താവ് ഒന്ന് കാണിക്കണം, ഞാൻ ഏത് ടെക്സ്റ്റൈൽസിൽ പോകണം, എനിക്ക് ഞാൻ കുർത്തി വാങ്ങിക്കണം, അല്ലെങ്കിൽ ചുരിദാർ ഇത് വാങ്ങിക്കണം, എവിടെ പോകണം കർത്താവ് നീ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല, നമുക്കറിയാം ഞാൻ ഞാൻ മിക്കവാറും ഒന്ന് മുട്ടുകുത്തും, വേണ്ടാത്തൊന്നും വാങ്ങിക്കാൻ ഇടയാവില്ലേ എന്ന് ഞാൻ ഒരു വാക്ക് പറയാറുണ്ട്. അപ്പൊ നമ്മള് അല്ലെങ്കിൽ നമുക്കറിയാം ഇന്നടുത്ത് പോയാൽ കിട്ടും കേട്ടോ, അല്ലെങ്കിൽ അവിടെ നല്ലതായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദൈവത്തിന് ഇവിടെ പറഞ്ഞേക്കുന്ന നീ എന്റെ രക്ഷിക്കുന്ന ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ. നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് ചെയ്യുന്ന സമയത്ത്, കുഞ്ഞുങ്ങൾക്ക് ഒരു അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുന്നതിന് മുമ്പ്, രാവിലെ അവർക്കൊരു ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ മിക്കാറും കുക്ക് ചെയ്യുന്ന സമയത്ത് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്റെ മോള് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, കർത്താവ് അവിടെ വായിക്കുള്ള ടേസ്റ്റ് അവക്കുള്ള ടേസ്റ്റ് കറക്റ്റ് ആയിരിക്കണം കേട്ടെ, അത് ചേർക്കുന്നതൊക്കെ ഞാൻ എന്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ചില ദിവസങ്ങൾ ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. അവളൊരു അമ്മ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, നന്നായിരുന്നു. കാരണം ഞാൻ പ്രാർത്ഥിച്ചത് അവളുടെ അവർക്ക് ഉള്ള ടേസ്റ്റ് അവൾക്ക് ഇഷ്ടം. അപ്പൊ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ദൈവത്തോട് എന്ത് കാര്യം പറഞ്ഞാലും ദൈവം അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത്. ആമേൻ, സ്തോത്രം. നമ്മുടെ ഇഷ്ടത്തിന് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പക്ഷെ ദൈവത്തോട് പറയുമ്പോൾ ദൈവം നമ്മൾ എന്ത് പർപ്പസോട് ഒരു കാര്യം ഉണ്ടാക്കുന്ന അതിൽ പെർഫെക്റ്റ് ആയിരിക്കും സാധനം. പരീക്ഷിച്ച് നോക്കിയോ, കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ തറമസ്റ്റ് നിഷമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ ഇത് അവളുടെ വായിക്ക് രുചിയായിട്ട് അവൾക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഇഷ്ടം വന്ന രീതിയിലേക്ക് ആയിരിക്കണം ഇതിന്റെ പ്രിപ്പറേഷൻ, ഇതിന്റെ അത് അങ്ങനെ ഉണ്ടാക്കണം. ചിലപ്പോൾ നമ്മൾ ചെയ്ത് ശരിയായില്ലെന്ന് ആയിരിക്കും, അവർ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ദൈവം അവരുടെ രുചിക്ക് അനുസരിച്ച് അത് പരിശുദ്ധാൻ മാറ്റി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ എല്ലാം അപ്പൊ ദിവസം മുഴുവൻ നിങ്ങൾ പ്രത്യാശ. അടുത്ത യഹോവേ നിന്റെ കരുണയും ദൈവം ഓർക്കണമേ, അവ പണ്ടേ ഉള്ളവയല്ല. ഭക്തൻ ദൈവത്തെ തന്നെ ദൈവത്തിന്റെ കരുണയും കൃപയും ഓർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ പറയും ദൈവമേ നീ കരുണയുള്ള ദൈവമാണല്ലോ, കൃപയുള്ള ദൈവമാണല്ലോ, ദൈവം വിശ്വസ്തനായ ദൈവമാണല്ലോ, ഇതൊക്കെ നമ്മളും പറയുന്നുണ്ടല്ലോ. പക്ഷെ കാരണം ഭക്തൻ ദൈവത്തിന്റെ സ്വഭാവത്തെ ഓർപ്പിച്ച് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. അടുത്ത് പറയുന്ന എന്റെ ബാല്യത്തിലെ പാപങ്ങളെ എന്റെ ലംഘനങ്ങളെ ഓർക്കരുതേ, യഹോവേ നിന്റെ കൃപപ്രകാരം നിന്റെ ദൈവത്തെ എന്നെ ഓർക്കണമേ. അപ്പം ദൈവം കരുണയും കൃപയും ഉള്ള ദൈവം. ആ കരുണയും കൃപയുമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കാൻ കാരണം. ഇവിടെ ദാവീദ് അത് പറഞ്ഞിട്ട് എന്റെ ബാല്യത്തിലെ പാപങ്ങളിൽ എന്റെ ലംഘനങ്ങളെ ഓർക്കരുത്. നമ്മുടെ പാപങ്ങളും ലംഘനങ്ങളും ദൈവം മറന്നു കളഞ്ഞതും ദൈവത്തിന്റെ കൃപയാലും കരുണയാലും തന്നെയാണ്. ഞാൻ പല പ്രാവശ്യം എന്താണ് കൃപ, എന്താണ് കരുണ? ഹാലേലൂയ. അർഹതപ്പെട്ട് ഹാലേലൂയ. അർഹതയില്ലാത്ത നമുക്ക് തന്നതാണ് കൃപ. കാരണം നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ മക്കളായി രക്ഷയിലേക്ക് വരാൻ നമുക്ക് ഒരു അർഹതയും ഇല്ലായിരുന്നു. ഹാലേലൂയ. കാട്ടൊലിവായിരുന്നു, അല്ലെങ്കിൽ പുറം ജാതിക്കാരായിരുന്നു, ദൈവത്തിന്റെ സമക്ഷത്തിൽ വരാൻ പോലും ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വന്നുകൊണ്ട് നമുക്കത് അർഹതപ്പെട്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളായി തന്നു. അപ്പൊ നമുക്ക് പറയാം എന്താ കരുണ? അർഹതയുള്ളത് തരാതിരുന്നതൊക്കെ. എന്താ അർഹതപ്പെട്ട? പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഹല്ലേലൂയ. ആ അർഹതപ്പെട്ടതിനെ ദൈവം മാറ്റി, അത് ദൈവത്തിന്റെ കരുണയാണ് നമ്മുടെ മേൽ വന്നു. ആ കൃപയാലും കരുണയാലും നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഹല്ലേലൂയ. അതുപോലെ ദാവീദും പറയുന്നത് അത് തന്നെയാണ്. ഹല്ലേലൂയ. ആ കൃപയും കരുണ ഓർപ്പിച്ചിട്ട് പാരത്തിലെ പാപങ്ങളെയും ഹല്ലേലൂയ എന്റെ ലംഘനയിൽ ഓർക്കണേ. യഹോവേ നിന്റെ കൃപപ്രകാരം നിന്റെ ദയ നിമിത്തം എന്നെ ഓർക്കണം. അപ്പൊ ദൈവത്തിന്റെ കൃപപ്രകാരം ദൈവത്തിന്റെ ദയ നിമിത്തം ഓർക്കണമേ എന്ന് പറയും. നമ്മളെയൊക്കെ ദൈവം ഇന്ന് ഓർക്കുന്നതും നമ്മളോടൊക്കെ ദൈവം കാണിക്കുന്ന ദൈവം മനസ്സിലും എല്ലാം ആ കൃപപ്രകാരം തന്നെ. ആ കൃപയാലാണല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. നമ്മുടെ പ്രവൃത്തിയാൽ ഒന്നുമല്ല. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയും
മനസ്സിലും ഒക്കെ നമ്മളോട് കൂടെ എന്നും ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മളല്ലെങ്കിൽ നമ്മളൊന്നും ഒരിക്കലും യോഗ്യരായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അടുത്ത, യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ഹല്ലേലൂയ. യഹോവ നല്ലവനും നേരുള്ളവനും അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. നമ്മളൊക്കെ ഇന്ന് പാപികളെ കണ്ടാൽ എന്താണ് നമ്മുടെയൊക്കെ മനോഭാവം? കാരണം നമ്മൾ നേരിലുള്ളവർ നല്ലവരല്ലാത്ത നമ്മൾ പാപികളെ കാണുമ്പോൾ അവർ വിട്ടിട്ട് തന്നെ നേരെ വഴി നമ്മൾ മാറിപ്പോകുന്നത്. ഒരു പാപിയായ ഒരു സ്ത്രീയെ കണ്ടാൽ, ഒരു പാപിയായ ഒരു മനുഷ്യനെ കണ്ടാൽ, ഒരു കള്ളുകൂടിയനായ മനുഷ്യൻ വഴി കിടക്കുന്ന കണ്ടാൽ എത്ര പേര് പോയിട്ട് ഈ പിടിച്ചെന്ന് സഹോദര വാ എന്നൊക്കെ തോളെ ചുമന്നിട്ട് കൊണ്ടുപോകും. ഒരു പാപിനിയായ ഒരു സ്ത്രീ ഹല്ലേലൂയ നിൽക്കുന്ന നമ്മൾ പണ്ടൊക്കെ, ഇപ്പൊക്കെ കാണാനൊന്നുമില്ല, പണ്ടൊക്കെ നമ്മൾ എറണാകുളത്തോടൊക്കെ നടക്കുന്ന സമയത്ത് കാണാം. വൈകുന്നേരം ആകുമ്പോഴത്തേന് അവൻ മുല്ലപ്പൂവൊക്കെ ചൂടി ബസ് സ്റ്റോപ്പിൽ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന അവരെ കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാം. അങ്ങനെ ഒരു സ്ത്രീയെ കണ്ട ആരെന്ന് വെച്ചാൽ സിസ്റ്റർ പ്രൈസിലോട്ട് കേട്ടോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ തോളെ കേട്ടും സംസാരിക്കൂ, അവരോട് മിണ്ടു. അവരെ കണ്ട പയ്യെ മുഖം തിരിച്ച് ഒരു സൈഡിൽ കൂടെ നമ്മളങ്ങ് വിട്ടുമാറും. കാരണം അവരോടൊക്കെ മിണ്ടാൻ തന്നെ നമുക്കൊക്കെ ഭയമാണ്. ഹല്ലേലൂയ. നമുക്കൊക്കെ ഇഷ്ടക്കുറവാണ്. കാരണം വെച്ചാൽ അവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനോഭാവം എങ്ങനെയാണ്? ഹല്ലേലൂയ. അപ്പൊ പക്ഷേ ദൈവം പറഞ്ഞേക്കുന്നത് എവിടെന്ന് വെച്ചാൽ, ആമേ, യഹോവ നല്ലവനും നേരുള്ളവനും അതുകൊണ്ട് പാപികളെ നേർവഴി. അപ്പം നല്ലവരും നേരുള്ളവരുമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പാപികളെ നേർവഴി കാണിച്ചു കൊടുക്കുന്നവരാകണം. അപ്പൊ പാപത്തിലിരിക്കുന്നവരെ കണ്ടാൽ ഒഴിഞ്ഞു പോകുന്നവരല്ല നല്ലവര്. ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ മക്കൾ. നമ്മുടെ പേരെന്താന്ന്? നമ്മളെന്താ വിളിക്കുന്നേ? ദൈവമക്കളല്ലേ? അല്ലേ? അപ്പൊ ദൈവമക്കൾക്ക് ആരുടെ സ്വഭാവം ഉണ്ടാകണം? അപ്പന്റെ സ്വഭാവം ഉണ്ടാകണം. പക്ഷെ ഇന്ന് മിക്കവാറുള്ള ദൈവമക്കളൊക്കെ ചെയ്യുന്ന എന്താ? നമ്മുടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുക. നമ്മൾ കണ്ട പ്രേസിലോട് പറയുന്നത്, നമ്മൾ കണ്ടാ ചിരിക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഇപ്പൊ സഭയിൽ പോകുന്നൊരു ആ സഭയിൽ ഇപ്പം ചെറിയ സഭയിലൊക്കെ പോകുന്ന കുഴപ്പമില്ല. ഒരു വലിയൊരു ഇതിലൊക്കെ പോകണമെങ്കിൽ അവിടെ 10, 500, 1000 പേരൊക്കെ ഉണ്ടെന്ന് ഇരുന്നോട്ടെ. ഉണ്ടെങ്കിൽ നമ്മള് അതിൽ വളരെ സെലക്റ്റഡ് ആയിട്ട് അവരെ കാണുമ്പോൾ ചിരിക്കും, പ്രേസിലോട് പറയും, അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു സ്നേഹ ചുംബനം കൊടുത്തൊക്കെ ചെയ്യല്ലേ. കാരണം നമുക്ക് ഇഷ്ടമുള്ളവര് നമ്മളോട് ഇവര് കൊള്ളാട്ടോ, അത് സിസ്റ്റർ കുഴപ്പമില്ല കേട്ടോ, നമ്മൾ മിങ്കിൾ ചെയ്യാൻ പറ്റിയ ആളാ എന്നൊക്കെ തോന്നുന്നവരല്ലേ. അല്ലാത്തവരോടൊക്കെയോ? പക്ഷേ ദൈവത്തിന്റെ സ്വഭാവം എന്താ? അതല്ല. ദൈവം പക്ഷെ പുറത്ത് നമ്മള് ചർച്ചയിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഒറ്റ പോരക്ക. കാരണം എത്ര പേർക്ക് വേണ്ടി നമ്മൾ പാപികളായിരിക്കും, പാപത്തെ നമ്മളെ ചില ദിവസം പറഞ്ഞ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന അനേകം നമ്മുടെ ചുറ്റുപാടും കിടക്കുമ്പം നമ്മൾ അവരെയൊക്കെ കണ്ടിട്ട് അവരോടൊന്ന് സംസാരിക്കാൻ, അവരോടൊന്ന് ദൈവത്തിനെ കുറിച്ച് പറയാനായിട്ട്, അവരെ ഒന്ന് ഈ സ്നേഹത്തിലേക്ക് വരുത്തുവാനായിട്ട്, അവരെന്തുകൊണ്ട് ഏത് സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ പെട്ടുപോയി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ടോ? എന്തോരം ആൾക്കാര് ഡെയിലി എന്തോരം കുഞ്ഞുങ്ങള് പല ട്രാപ്പിൽ പോയി വീഴുന്നത്, എന്തോരം ആൾക്കാർ പലപ്പോഴും പലരും അറിഞ്ഞുകൊണ്ടല്ല അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ചെന്ന് പെടുന്നത്, അറിയാണ്ട് അവർ ചെന്ന് പെട്ടുപോകുന്നതാ. അങ്ങനെയുള്ളവരെ കൂടെ ക്രൂശിക്കാനല്ലേ എല്ലാവരും മുമ്പ് നീക്കത്തുള്ളൂ. അതിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മളും ആ ന്യൂസൊക്കെ വായിച്ച് രസിക്കും. പക്ഷേ അവരെങ്ങനെ ഇതിനകത്തേക്ക് വന്നു, അവരെങ്ങനെ ഇതിൽ നിന്ന് പുറത്തെടുക്കാം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. അതിനൊക്കെ എത്രയോ ആൾക്കാർ ജാതീയരായിട്ടുള്ളവരൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മുന്നിട്ട് ഇറങ്ങാറുണ്ട്. പക്ഷേ നമ്മളിവിടെ നമ്മള് ദൈവത്തിന്റെ മക്കളെന്ന് പേരുള്ളപ്പോൾ, മക്കളെന്ന് പറയും അഭിമാനത്തോടെ ഞങ്ങൾ ദൈവമക്കളാണെന്ന്. പക്ഷേ ദൈവമക്കളിൽ ഒരിക്കലും പലപ്പോഴും ഈ സ്വഭാവങ്ങൾ പുറത്തു വരുന്നില്ല. ദൈവത്തിന്റെ സ്വഭാവമാണ് മനസ്സിൽ, ദൈവത്തിന്റെ സ്വഭാവമാണ് ഹല്ലേലൂയ. യഹോവ നല്ലവനെ നേരുള്ളവനാണ്. കാരണം അതുകൊണ്ട് നമ്മൾ നമ്മള് അവിടെ എന്ത് ചെയ്യണം? യഹോവ നല്ല നേരിലുള്ളവൻ, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. അതുകൊണ്ടൊക്കെ നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന അത് പക്ഷെ നമ്മളിവിടെ ദൈവം കൊണ്ടുവന്ന് ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അനേകരെ ഇതുപോലെ നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്, അനേകരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാരൊക്കെ നേരിയ ആത്മാക്കളുടെ എണ്ണം ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പൗലോസ് അപ്പോസ്തലനെക്കാട്ടി കൂടുതൽ ആത്മാക്കളെ നേടിയ സഭ സ്ഥാപിച്ചിരക്ക് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പം നമ്മളെയൊക്കെ ദൈവം ആക്കിയത് പക്ഷേ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ് ഞാൻ ചെയ്ത് അധികം ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ ഇന്ന് അധികം പോയിട്ട് അല്പം പോലും ചെയ്യാൻ നിൽക്കുന്നില്ല. അതുകൊണ്ടാ നമ്മളൊന്നും ദൈവത്തിന്റെ വിശ്വസ്തര ഗണത്തിലേക്ക് പെടുവോന്ന് എനിക്കറിയത്തില്ല. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരം. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും ലഭിക്കാതിരിക്കുന്നതിന്റെ കാര്യം നമുക്ക് തന്നതിൽ നമ്മൾ വിശ്വസ്തരല്ലാത്തതുകൊണ്ടാണ്. തന്നതിനെ നമ്മൾ ഉപയോഗിക്കണം. നിങ്ങളിലൊക്കെ പകർന്നു കിടക്കുന്ന കൃപകളും കൃപാവരങ്ങളും ഉണ്ട്. പക്ഷെ ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം.
ഇതിനെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഇത് ശരിക്കും ജ്വലിച്ച് പുറത്തു വരത്തുള്ളൂ. ഒരു തീ കത്തിച്ച് അടുപ്പിൽ വെച്ച, അടുപ്പ് ഉപയോഗിച്ചുള്ളവർക്ക് അടുപ്പിൽ വെച്ച ആ തീയെ നിങ്ങൾ ഊതി കൊടുത്ത് ഇടയ്ക്ക് ചാരമൊക്കെ നീക്കി കൊടുത്താൽ അത് കറക്റ്റായിട്ട് വെക്കുമ്പോഴാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അതൊക്കെ കെട്ട് പോകും, മങ്ങി കിടക്കും. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ പകർന്നിരിക്കുന്നതിനെ നമ്മൾ ഊതി കത്തിക്കണം, അതിനെ ചാരമൊക്കെ നീക്കി അങ്ങ് ജ്വലിപ്പിക്കണം. ജ്വലിപ്പിക്കുമ്പോൾ എന്താ, അത് തീ കത്തി ജ്വലിച്ച് നിൽക്കുന്ന തീ മറ്റുള്ളവർക്ക് പ്രകാശം, മറ്റുള്ളവർക്ക് ചൂടാകും, മറ്റുള്ളവർക്ക് അത് പല കാര്യങ്ങൾക്ക് അത് ഉപകാരപ്പെടും. പക്ഷെ നമ്മളിത് അടക്കി പിടിച്ച് അവിടെ വെച്ച് ഒതുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് ആർക്ക് പ്രയോജനത്തിനാണ് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്? എന്തിനാ ഇത് നമുക്ക് ഞങ്ങൾക്ക് അഭിഷേകം കൊണ്ട് കേട്ടോ നമ്മൾ ചിലപ്പോൾ വലിയ ഒരു 10 അന്യഭാഷ കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്? അല്ല, ദൈവം നമ്മുടെ മേൽ ഇത് പകർന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി ഇതിനകത്ത് കയറിയിരുന്നല്ല. കാരണം ഇന്നലെ രാത്രി ഞാൻ കുറേ വചനഭാഗം നോക്കി. അപ്പൊ ദൈവം ഒന്നും എന്നോട് ഇടപെട്ടു. ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ബൈബിൾ അടച്ചു വെച്ചിട്ട് കിടന്നു ഉറങ്ങി. രാവിലെ ഇവിടെ വന്നിരുന്നപ്പം വീണ്ടും ഞാൻ എടുത്ത് 1-2 ഭാഗങ്ങളിലൊക്കെ പോയപ്പോ അവസാനം ഈ സങ്കീർത്തനത്തിലേക്കാണ് ദൈവം കൊണ്ടുവന്ന് നിർത്തിയത്. ഇതും ഇന്നലെ രാവിലെ ഞാൻ വായിച്ചെടുത്ത് വെച്ചപ്പോ ഇത്. അപ്പം ഈ സങ്കീർത്തനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് എന്ത് പറയണമെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിയാതെ, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മേൽ ദൈവം പകർന്ന് ശനിയാഴ്ച ദിവസം നമ്മൾ 3 മണിക്കൂർ ദൈവസന്നിധി വന്നിരുന്നു. എന്നാൽ എല്ലാ ദിവസവും ഡെയിലി ഇപ്പം നമ്മൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ ദൈവസന്നിധി വന്നിരിക്കാറുണ്ട്. ഹല്ലേലൂയ. ഈ സമയത്തൊക്കെ ദൈവം നമ്മളിലേക്ക് പകരാറുണ്ട്. നമുക്കറിയാം, ഇന്ന് ഭയങ്കര ആമി പകർച്ച കണ്ട് അഭിഷേകം ലഭിച്ചു, അല്ലെങ്കിൽ നമ്മൾ പുതിയ വെളിപ്പാടിൽ കണ്ട്, ദർശനങ്ങൾ കണ്ട്, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് എന്തിനു വേണ്ടി ദൈവം ഓരോ ദിവസം നമ്മളിലേക്ക് തരുന്നു? നമ്മളിത് ആർക്ക് കൊടുക്കുന്നു? എവിടെ നമ്മളിത് പ്രയോജനപ്പെടുത്തുന്നു? അറ്റ്ലീസ്റ്റ് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ വിഷയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാൻ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പൊതു പ്രയോജനത്തിന് ഇത് ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ തന്നെ പ്രാർത്ഥിച്ച ആത്മാവിന്റെ അഭിഷേകം കിട്ടിക്കേട്ടോ, കൊള്ളാട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂട്ടി വെച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വീണ്ടും ലഭിക്കണമെങ്കിൽ, ഇത് വീണ്ടും പകരപ്പെടണമെങ്കിൽ ഹല്ലേലൂയ ഇത് കൊടുത്തു തുടങ്ങണം. ഇത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇതിനെ ഉപയോഗിച്ചു തുടങ്ങണം. നമ്മള് അത് ചില ആൾക്കാർക്ക് ചില മിസ്റ്റേക്ക് ആയിട്ടുള്ള ചില ചിന്തകൾ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കൊണ്ടുവന്നപ്പം ഒരിടത്ത് പോയപ്പോ ഒരു നല്ല അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞ ഈ അഭിഷേകം നമ്മൾ ലഭിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോയി പകർന്നു കൊടുക്കല് കേട്ടോ. അത് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിന്ന് നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ആരെ വിട്ടെന്നും പറഞ്ഞു ചോദിച്ചാൽ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു, എന്റെ മേൽ കിടക്കുന്ന അഭിഷേകം, എത്ര അഭിഷേകം എന്നിലുണ്ടെങ്കിലും ഞാൻ ഒരാളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അത് പകരുന്നത് ആർക്കും വലിച്ചെടുത്തോ ടാപ്പ് ചെയ്തോ അത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനമല്ല. കാരണം ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പകർന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപ്രകാരം ഉള്ളവരിലേക്ക് ഞാൻ എത്ര കൈവച്ചാലും ഇത് പോകത്തുള്ളൂ. അപ്പൊ അത് ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല, ഇത് ശകലം പോലും അങ്ങോട്ട് പോകും. ഇനിയിപ്പോ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ കൈവച്ചാൽ അത് പോകും, അങ്ങോട്ട് പകരം തോറും നമ്മൾ കിണറ്റിലെ വെള്ളം കോരും തോറും പറ്റിക്കൊണ്ടിരിക്കുകയല്ല, കോരും തോറും അത് നിറഞ്ഞോണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് ആർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥന നമ്മളിലുള്ള അഭിഷേകം പോകും കേട്ടോ എന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ എത്ര പകർന്നാലും, എത്ര പേർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചാലും അവർക്കൊക്കെ ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയുക, അനേക അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട് ഹല്ലേലൂയ. കാരണം അനേകരിലേക്ക് പകർച്ച നടന്നിട്ട്, കാരണം ഇത് പോകും തോറും കൊടുക്കും തോറും കൂടത്തിൽ നമ്മൾ ഇതൊട്ടും കുറയത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകൾ ഞാനത് പറയാൻ കാരണം, അത് കഴിഞ്ഞ ദിവസം ഒരാളായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇങ്ങോട്ട് വന്ന അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല അത്. ഞാൻ ബാധിച്ചിട്ട് ആർഗ്യുമെന്റ്സ് ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കിടക്കുന്ന ആരും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനമല്ല ഇത്. ഇത് ദൈവത്തിന്റെ ഉപയോഗത്തിനായി. ഇത് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റും നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ വിശുദ്ധി ഇല്ലാത്ത ജീവിതം ഇത് നഷ്ടപ്പെടുത്തും. നമ്മുടെ പ്രാർത്ഥന ഇല്ലായ്മ ഇത് നഷ്ടപ്പെടുത്തും. നമ്മൾ അത് അല്ലാതെ ഇത് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. നമ്മുടെ പാപങ്ങളും നമ്മുടെ പ്രാർത്ഥന ഇല്ലാത്ത ജീവിതം, ഈ 2 കാര്യങ്ങളിൽ വരുമ്പോഴാണ് ഇത് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതല്ലാതെ ആർക്കും കൊടുത്താർക്കും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇതാരും വന്ന് മോഷ്ടിച്ചുകൊണ്ടും പറ്റുന്ന കാര്യം. ഇത് പിശാചിനൊന്നും മോഷ്ടിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ലഭിക്കുന്നത് നിങ്ങൾ കൊടുത്തു തുടങ്ങണം ഈ ദിവസങ്ങൾ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റ് നമ്മുടെ വിശ്വാസത്തികളുടെ ഇടയിൽ നിന്നുള്ള കാര്യം വിടുക. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആർക്കെങ്കിലും ഒരു രോഗമാണെന്ന് പറയുമ്പോൾ ഞാൻ വരാം ഒരു വാക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ ശ്രമിക്കണം. അവർക്ക് നമ്മുടെ കർത്താവിനെ കൊടുക്കാൻ ശ്രമിക്കണം. അവരുടെ മുമ്പിൽ ചെന്നതിൽ അപ്പൊ അവരുടെ വിഷയമൊക്കെ കേട്ട് നമ്മൾ അവിടെ ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പരിശുദ്ധ
പരിശുദ്ധാത്മ നമ്മളിലൂടെ പരിവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ അവരുടെ വിഷയങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങും. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി ചിലപ്പോൾ പ്രാർത്ഥിക്കും. ചിലപ്പോൾ അവരിലിരിക്കുന്ന ഭൂതം വിട്ടുമാറും, അല്ലെ ചിലപ്പോൾ അവരിലിരിക്കുന്ന ഹാലിലെ അവരുടെ ഇപ്പൊ നിൽക്കുന്ന വിഷയം എന്താണ്, അതിനെ ദൈവം വെളിപ്പെടുത്തും. എപ്പോ ഇത് സോൾവ് ആക്കാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മളിലൂടെ പ്രവചനാത്മ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഹാലി പ്രവചനാത്മ ചിലപ്പോൾ പറയാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെയാണ് നമ്മളുള്ള ഹാലിലിയ കൃപാവരങ്ങൾ ജോലിച്ച് പുറത്തു വരും. ഇതാണ് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ. ഹാല് നമ്മൾ ദൈവ മക്കളെങ്കിൽ ഹാലിലെ നമ്മൾ മറ്റുള്ളവരോട് ദൈവത്തിന്റെ ഹാലെ മനസ്സിൽ പോലെ തന്നെ ഹാലിലെ ദൈവത്തിന്റെ ഹാലിലെ അവിടെ പറഞ്ഞ എന്റെ ബാല്യത്വങ്ങളെ അതിന്റെ ലംഘനെ ഓർക്കുക. യഹോവേ നിന്റെ കൃപകാരൻ നിന്റെ ദൈവത്തെ ഓർക്കണേ. യഹോവ നല്ലവൻ നേരുള്ളൂ, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ഹാലിലെ നമ്മുടെ ചുറ്റുപാടും കിടക്കുന്ന എത്ര വലിയ ഹാല്, എന്ത് വിശുദ്ധ ജീവിതം നയിക്കുന്ന എത്ര നല്ല ഡീസന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ അവര് പാപികളാണ്. കാരണം അവര് ദൈവത്തെ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തോളം അവർ ഈ ലോകത്തിൽ ജനിക്കുന്ന സകല വ്യക്തികളും പാപത്തിലാണ് ജനിക്കുക. അവര് പാപികൾ. അപ്പൊ അവരെ നേർവഴി കാണിച്ചു കൊടുക്കാനായിട്ട് അല്ല പാപം ചെയ്ത് അങ്ങനെ നിൽക്കുന്നവർ മാത്രമല്ല ലിസ്റ്റിലുള്ളത്. അല്ലാത്ത ആൾക്കാർ നമുക്ക് ചുറ്റുപാടുമുള്ളവരൊക്കെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ചാർച്ചകൾ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ. അപ്പൊ നമ്മൾ അവിടെയൊക്കെ അവസരം കിട്ടുമ്പോൾ നമ്മുടെ ദൈവത്തിന് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഉപയോഗിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. അടുത്ത സൗമ്യതയുള്ളവര് അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് അവൻ തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് ഹാലേലിയ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെങ്കിൽ, ദൈവത്തിന്റെ വഴി നടക്കണമെങ്കിൽ അടുത്തൊരു ക്വാളിറ്റി നോക്കണം, സൗമ്യത ഉണ്ടായിരിക്കണം. നമ്മൾ അതും പരിശുദ്ധാത്മാവിന്റെ ഫലത്തിലുള്ളതാ, അല്ലെ? ദീർഘക്ഷമ, സൗമ്യത, അതൊക്കെ. അപ്പൊ നമ്മൾ ആത്മാവിന്റെ മക്കൾ, അല്ലെ ദൈവത്തിന്റെ മക്കള്, ആത്മീയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്വഭാവം അങ്ങനെയുള്ളവരെയാണ്, സൗമ്യത ഉള്ളവരെയാണ് കർത്താവൻ ന്യായത്തിൽ നടത്തുന്നു. അടുത്ത തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വഴിയിലൂടെ നടത്തുന്നത്. നേരത്തെ പറയുമ്പോൾ ദൈവത്തിന്റെ വഴിയിലൂടെ നമ്മളെ നടത്തണമേ, അവന്റെ പാതയിലൂടെ നമ്മളെ നടത്തണമേ, വചനത്തിന് നമ്മൾ സത്യത്തെ നമ്മളെ നടത്തി, ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കണമെങ്കിൽ അടുത്ത് നമുക്ക് ദീർഘക്ഷമ മാത്രം, സൗമ്യത വേണം. മോശയെ കുറിച്ച് ദൈവം പറയുന്നത് മോശ സൗമ്യത ഉള്ളതാണ്. പക്ഷെ നമ്മൾ നോക്കും മോശ പലയിടത്തും കോപിക്കുന്ന കാണുന്നുണ്ടല്ലേ. പക്ഷെ ദൈവത്തിന്റെ വഴിയിലൂടെ നടത്തുന്ന, ദൈവത്തിന്റെ പ്രമാണത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നടക്കുന്നത് മോശ സൗമ്യനായിരുന്നു. മോശ കോപിച്ചത് മൊത്തം ജനത്തിന്റെ പാപം, ജനം പിറുപിറുക്കുകയും ജനം ദൈവത്തെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന സമയത്താ മോശ ദൈവത്തിനെതിരെ വിരോധമായി എന്തെങ്കിലും ചെയ്യുന്ന സമയത്താ മോശ കോപിച്ചിട്ടുള്ളത്. ഹാലേലൂയ. അല്ലാതെ മോശ സ്വന്തം കാര്യത്തിനല്ല കോപിച്ചിരിക്കുന്നത്. ജനത്തിന് വേണ്ടിയിട്ട് ഹാലേല ദൈവത്തിന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക്. അപ്പൊ അതുകൊണ്ട് മോശ സൗമ്യനാണ്. അപ്പൊ നമ്മൾ ഹാലേലിയ ദൈവം നമ്മളെ നടത്തണമെങ്കിൽ സൗമ്യത ഉള്ളവരായിരിക്കണം. ഹാലേലിയ. അപ്പൊ നമ്മൾ അടുത്ത സൗമ്യതയാണ്. സൗമ്യതയുള്ളവർക്ക് തന്നെ വഴി പഠിപ്പിച്ചു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ വഴി പഠിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. അടുത്തത് യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെ ദയം സത്യം. അപ്പൊ ദൈവത്തിന്റെ നിയമം, സാക്ഷ്യങ്ങൾ ഇവ പ്രമാണിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തിന്റെ പാതയൊക്കെ ദയം സത്യവുമായിരുന്നു. ദൈവത്തിന്റെ നിയമം എന്ന് വെച്ചാൽ അന്ന് ന്യായപ്രമാണം ആയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. ഹാലേലിയ. അതിനെയൊക്കെ നമ്മൾ ഹാലേലിയ ആമീൻ അത് പ്രമാണിക്കുന്നവർക്ക്, അല്ലെ സാക്ഷ്യങ്ങൾ, ഓരോ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ അനുസരിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തിന്റെ വഴി ഇതിൽ ദൈവം സത്യമാകത്തുള്ളൂ. അല്ലാത്തവർക്കൊന്നും അതുണ്ട്. അപ്പൊ നമ്മൾ കേട്ടാൽ മാത്രം പോരാ, നമ്മൾ വായിച്ചാൽ മാത്രം പോരാ, നമ്മൾ അത് അനുസരിക്കണം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ വിടുവിച്ച ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തെ ഓർത്ത് നമ്മൾ ഇന്നും അതിന് നന്ദിയുള്ളവരായി, അതുപോലെ അന്ന് നമുക്ക് വേണ്ടി ചെയ്തെങ്കിൽ ഇന്നും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് തന്നെ, ദൈവം നമ്മളോട് പറയുന്നത് കേട്ടനുസരിച്ച് നമ്മൾ നടക്കണം. ദൈവത്തിന്റെ ദയ തന്നെ നമ്മൾ വെളിപ്പെടും വീണ്ടും. കഴിഞ്ഞതൊക്കെ മറന്ന് പലർക്കും പറ്റുന്ന കാര്യമാണ്. ഹാലലിയ ഭയങ്കര ഒരുപാട് ദൈവസേന ഇരുന്ന് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവശബ്ദം കേട്ടും പ്രവചനം കേട്ടൊക്കെ വിശ്വാസത്തിലേക്ക് ശുശ്രൂഷയിലൊക്കെ വളരെ ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ പിന്നെ തന്നെത്താനൊരു തോന്നലുണ്ടാവും. ഹാലലിയ അതിന് ദൈവത്തിന് ഉപദേശമൊന്നും വേണ്ട, എനിക്കങ്ങ് തന്നെ പോകാമെന്ന് തോന്നി. അങ്ങനെ പോയ വീണ്ടും പോകുന്ന വഴി തെറ്റിപ്പോവും. പലപ്പോഴും പലരും തെറ്റിലേക്ക് അല്ലെ അറിയാത്ത പാതയിൽ പോകുന്ന പോലെ മറ്റാരോ നടത്തുന്നതിനനുസരിച്ച് ഇവർ പോകുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതിന് കേട്ട് അനുസരിച്ച് നടക്കാൻ പറ്റാത്തോണ്ടാ. നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവർ നേരത്തെ പറഞ്ഞതൊക്കെ എപ്പോഴും എല്ലാ ദിവസവും എന്ന് വെച്ചാൽ ഹാലേലി അവിടെ ദിവസം മുഴുവൻ
ദൈവത്തിലാണ് ദൈവത്തിൽ ആശ്രയിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റിപ്പോകത്തില്ല. പക്ഷെ നമ്മളെ ഇടയ്ക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് പോകും. അല്ല ചിലപ്പോഴൊക്കെ ദൈവത്തിന് ഇഷ്ടത്തിനും അങ്ങനെ പോയിട്ട് കാര്യമില്ല. ആമേൻ ഹല്ലേലൂയ. അവന്റെ പാതയൊക്കെ ദൈവം സത്യം. യഹോവേ, എന്റെ അകൃത്യം വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ദാവീദ് പറയാ, ദാവീദിന്റെ അകൃത്യം വലുതാ, പക്ഷെ ദൈവത്തിന്റെ നാമനിർദ്ദേശം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും പിതാവ് ഉത്തരമാക്കി ചെയ്യണം. അപ്പൊ നമ്മളൊരു പാപം പറ്റിയ, അല്ലെങ്കിൽ നമ്മൾക്കൊരു തെറ്റ് പറ്റിയ, നമ്മൾ ചെറിയ കുറ്റം ചെയ്താൽ എന്ത് കാര്യം ചെയ്ത് എത്ര വലിയ സംഭവം നമ്മുടെ ജീവിതത്തിൽ വന്നാലും കൃപാസനത്തിന്റെ അടുക്കിലേക്ക് അതിധൈര്യത്തോടെ കടന്നില്ല നമുക്ക് ദൈവം അധികാരം തന്നിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തല്ല, യേശു രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ നാമനിമിത്ത എന്താ നമ്മുടെ അകൃത്യത്തെയൊക്കെ ദൈവം ക്ഷമിച്ചു കളഞ്ഞിട്ടുണ്ട്. അടുത്ത യഹോഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. യഹോഭക്തനായ പുരുഷൻ ആരെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവിടെ പറഞ്ഞ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചപ്പം ആ ഭക്തനായ പുരുഷൻ ആരാന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കേണ്ട വഴി ദൈവം കാണിച്ചു കൊടുക്കുന്ന, അല്ല ദൈവം കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ നടക്കുന്നവനാണ് യഹോഭക്തൻ എന്ന് പറയുന്നത്. ആമേൻ. നമ്മള് ഭക്തരാണ് എന്ന് ചോദിക്കാൻ നമ്മള് ഭയങ്കര ഭക്തി കേട്ടോ, സ്റ്റെപ്പ് നോക്കിയാലും പ്രാർത്ഥനയാണ്. പക്ഷേ ദൈവം കാണിക്കുന്ന വഴിയിലൂടെ തന്നെ നടന്നാൽ മാത്രമേ ആ വാക്കിന് നമ്മൾ അർഹരാകത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. ഹല്ലേലൂയ. നമ്മൾ കുറെ നേരം ബൈബിൾ വായിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷേ ദൈവം നടത്തുന്നത് പോലെ ആ വഴിയിൽ തന്നെ നടക്കണം. ഹല്ലേലൂയ. അടുത്ത, അവൻ സുഖത്തോടെ വസിക്കും, അവന്റെ സ്വന്തം ദേശത്തെ അവകാശം. അങ്ങനെ യഹോഭക്തനായിരിക്കുന്ന പുരുഷന്റെ ഹല്ലേലൂയ ജീവിതം അവൻ സുഖത്തോടെ വസിക്കും, അവന്റെ സ്വന്തം ദേശത്തെ അവകാശമാക്കും. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ അവകാശമാക്കി മാറുന്നത് ആർക്കാന്ന് വെച്ചാൽ ദൈവഭക്തനായിരിക്കുന്നവർക്ക്. ഹല്ലേലൂയ. അപ്പൊ അത് യഹോവയുടെ സഹിതം തന്നെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം വഴി അറിയിക്കുന്നു. അപ്പൊ അടുത്തൊരു ദൈവഭക്തനായിരിക്കുന്നവർക്കുള്ള ഗുണം എന്താ വെച്ചാൽ, ദൈവത്തിന്റെ പ്രിവിലേജ് എന്താ വെച്ചാൽ ദൈവത്തിന്റെ സഹിതം, ദൈവത്തിന്റെ സൗഹൃദം അല്ല കൂട്ട്. ഹല്ലേലൂയ. എന്നിട്ട് നമ്മുടെ അബ്രഹാമിന് ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞ, അപ്പൊ അടുത്ത പറയുന്ന ഭക്തന്മാർക്ക് അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. ഹല്ലേലൂയ. അവിടെ കർത്താവ് ഭക്തന്മാരോട് ദൈവം ദൈവം ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും, ചിലതൊക്കെ കൊടുക്കും. ഹല്ലേലൂയ. കാരണം തന്റെ നിയമം അവരെ അറിയിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഭക്തന്മാരായിരിക്കുന്നത് ദൈവത്തിന്റെ സഹിത്വം ഉണ്ടാകും. അവരെ ദൈവം അവരുടെ അടുക്കാണ് ദൈവം നിയമമൊക്കെ അവർക്ക് കൊടുക്കും. ചില കാര്യങ്ങളൊക്കെ അവരോട് അറിയിക്കാൻ, മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നവരില്ല. അടുത്ത പറയുന്നത്, എന്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാണ്, അവൻ എന്റെ കാര്യങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ഇതൊക്കെ വന്നിട്ട് ദാവീദിന് അറിയാം, എന്റെ കണ്ണെന്തായാലും വേറൊരിടത്തേക്കും പോകത്തില്ല. അതിപ്പം എന്റെ കാല് വലയിൽ കുടുങ്ങി കിടന്നാലും, അല്ലെങ്കിൽ കെണിയിലാണ് പെട്ട് കിടന്നാലും, എവിടെയാണെങ്കിലും ഞാൻ എങ്ങനെ സ്വന്തമായിട്ട് രക്ഷപ്പെടാമെന്നല്ല ആലോചിക്കുന്നത്. ഞാൻ ദൈവത്തെങ്കിലേക്ക് നോക്കും. ആ ദൈവമാണ് നമ്മുടെ കാലുകളെ വലയിൽ നിന്ന്, കെണിയിൽ നിന്ന്, ഏത് കുടുക്കിലാണെങ്കിലും വിടുവിക്കാൻ കഴിയുന്ന ദൈവമാണ്. ഇപ്പൊ കാരാഗ്രഹത്തിൽ കിടക്കുന്ന അടുത്തും ഇറങ്ങി വിടുവിക്കാൻ കഴിയുന്ന ദൈവമാണ്. കാരാഗ്രഹത്തിനുള്ളിലേക്കൊന്നും നമുക്ക് കടന്നു ചെല്ലാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന് ഒരു സ്ഥലവും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സ്ഥലവും ഇല്ല. അപ്പൊ ദൈവത്തിന് വിടുവിക്കാൻ പറ്റാത്ത ഒരു മേഖല, നമുക്കൊക്കെ പല കാര്യങ്ങളും ലിമിറ്റേഷൻ ഉണ്ടല്ലേ. ഇപ്പം നമ്മൾ കാണുന്ന പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോ ദൈവം ദൂതനെ അയച്ച് ഒന്നാം വാതിലും 2-ാം വാതിലും 3-ാം വാതിലും ഹല്ലേലൂയ ആ നഗരവാതിലൊക്കെ കടന്ന പുറത്തു കൊണ്ടുവന്നു. നമ്മളൊരു മനുഷ്യന് അവിടെ ഏത് മനുഷ്യൻ വിചാരിച്ചാൽ നടക്കത്തില്ല. അതുപോലെ പൗലോസും ശീലാസും കാമത്തിലിട്ട് കൂട്ടി ഉള്ളിൽ കിടക്കുമ്പോഴും അവിടെ ഹല്ലേലൂയ അടിസ്ഥാനം വിളകി ചങ്ങലകൾ അഴിഞ്ഞു വീണു, വാതിൽ തുറന്ന് അവിടെയും ദൈവത്തിന് വിടുവിക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു മനുഷ്യന് കടന്നു വിടുവിക്കാൻ പറ്റത്തില്ല. അപ്പൊ മനുഷ്യർക്ക് കടന്നു സഹായിക്കാൻ പറ്റാത്ത മേഖലയിൽ കൂടി ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റും. ഹല്ലേലൂയ. ആ ദൈവത്തിന് നമ്മളെ വിടുവിക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവത്തെ തന്നെ എപ്പോഴും ആ ദൈവത്തെങ്കിലേക്കായിരുന്നു നമ്മളെ നോട്ടം. അടുത്ത, എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാകിയും അരിഷ്ടനുമാകും. അപ്പം നമ്മള് ഹല്ലേലൂയ അരിഷ്ടനാണ്. ഏകാകിയാണ്, ഒറ്റയ്ക്കേ ഉള്ളു കേട്ടെ. നമ്മളൊക്കെ പലപ്പോഴും അയ്യോ ദൈവമേ എന്നെ സഹായിക്കാൻ ആരുമില്ലേ, എനിക്ക് ദൈവം മാത്രമേ ഉള്ളേ എന്ന്. ഹല്ലേലൂയ. ദൈവം ഉണ്ട്, പിന്നെ ബാക്കിയുള്ളവരെന്തിനാ? നമ്മള് ദൈവം മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ആരും ഇല്ലേ എന്ന് പറയും. ദൈവം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്തിനാ? ആരും വേണ്ട.
ഹല്ലേലൂയ. അപ്പൊ ദൈവം ഉണ്ടായാൽ മതി. ഹല്ലേലൂയ. ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മള് ഒരു വിലയില്ലാത്തൊരു സാധനം എന്റെ കൂടെ ഉണ്ട് കേട്ടോ, വേറെ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുന്ന രീതി നമ്മൾ പറയും. അങ്ങനെയല്ല പറയുന്നത്. നമ്മുടെ ദൈവം ഉണ്ട്. എനിക്ക് എന്റെ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇനിയിപ്പോ ആരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെ പറയണം. ഹല്ലേലൂയ. പക്ഷേ പലപ്പോഴും നമ്മുടെ ഭാഷ എങ്ങനെയാണ്, ദൈവമേ എനിക്ക് ആരുമില്ലപ്പാ സഹായിക്കാൻ, അങ്ങ് മാത്രമേ ഉള്ളൂ. കാരണം അപ്പൊ മറ്റുള്ളവരൊക്കെ സഹായം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പൻ്റെ അടുത്തേക്ക് പോകത്തില്ല അതിന്റെ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ശരിക്കും ദൈവം ഉണ്ടെങ്കിൽ മറ്റാരില്ല. ദൈവം അനുകൂലമെങ്കിൽ ആരൊക്കെ പ്രതികൂലമായി നിന്നാലും ഹല്ലേലൂയ ഒരു പ്രശ്നമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ മറ്റ് എന്തൊക്കെ പ്രതിസന്ധി കൂടെ നമ്മൾ കടന്നു പോയാലും, എന്തൊക്കെ പ്രതികൂലത്തിൽ കൂടെ പോയാലും നമ്മുടെ കൂടെ നിൽക്കുന്നവൻ ആര്? നമ്മുടെ കരം പിടിച്ചിട്ടാണ്, വലങ്കരം പിടിച്ച് ഞാൻ നിനക്ക് മുൻപായി പോകും, ആ ദുർഘടങ്ങളെ നിരപ്പാക്കും, ഇരുമ്പോടാമ്പലെ തകർത്ത് താമ്രവാല തകർത്താം, എന്നിട്ട് ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്ന് അറിയേണ്ടതിന്. അപ്പൊ നമ്മുടെ ദൈവം ആരാണെന്ന് മറ്റുള്ളവരോട് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുണ്ടെന്നേ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അവര് അറിയേണ്ടത് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിശ്ചയങ്ങൾ മറവിടം കുത്തുന്നില്ല തരാം. അല്ലാതെ നീ എന്റെ കൂടെ നടന്നത് കൊണ്ടൊന്നും അല്ല, അല്ലെങ്കിൽ നീ എന്നെ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ നിന്റെ ചുറ്റുപാട് നിൽക്കുന്നവർ അറിയണം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു കാര്യം ദൈവം തന്നെ ചെയ്തെന്ന് അറിയണം. അത് ദൈവത്തെ തന്നെ നമ്മളിലൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന നമുക്കാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ പറഞ്ഞേ, എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കാരണം ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു, എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, എന്റെ സങ്കടത്തെ തന്നെ വിടുവിക്കണമേ. ഹല്ലേലൂയ. അപ്പൊ മനസ്സിന്റെ പീഡകൾ നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മളെ പീഡിപ്പിക്കാറുണ്ട്. ചില ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ നമുക്കിപ്പം നാളെ കുറിച്ച്, മറ്റന്നാൾ കുറിച്ച്, അല്ലെങ്കിൽ അടുത്ത മാസത്തെ കുറിച്ച്, അടുത്ത വർഷത്തെ കുറിച്ചൊക്കെ ചിന്തിച്ച് നമ്മുടെ മനസ്സ് നമ്മളെ പീഡിപ്പിക്കാൻ. പക്ഷെ ഇവിടെയൊക്കെ ദൈവമക്കളാണെങ്കിൽ അതിന് മനസ്സിന് നമ്മൾ മേയാനായിട്ട് ഇടം കൊടുക്കല്ലേ. എപ്പോഴും നമ്മൾ ആത്മാവിന്റെ ഭരണത്തിന് കീഴായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പരിശുദ്ധാത്മാ നമ്മളെ ഭരിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ മനപ്പീട മതി എന്റെ സങ്കടം. അപ്പൊ മനപ്പീട വർദ്ധിച്ച സങ്കടത്തിലായാലും അതിനെ വിടുവിക്കാൻ കഴിയുന്ന മനുഷ്യർക്കൊക്കെ ആശ്വസിപ്പിക്കാനായിട്ട് വാക്കുകൾ, പലപ്പോഴും ആശ്വാസ വാക്കുകൾ നമ്മളെ ആശ്വസിപ്പിക്കത്തില്ല. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ പിന്നാലെ പോകുന്ന കാര്യം, അവർക്ക് മനപ്പീഡ വർദ്ധിക്കുക, അവർക്ക് സന്തോഷമില്ലാത്തതുകൊണ്ട്, അവർക്ക് സമാധാനമില്ലാത്തതുകൊണ്ട്, അവർക്ക് ആവശ്യത്തിന് സ്നേഹം കിട്ടാത്തതുകൊണ്ട്. പക്ഷെ അവരപ്പോൾ പല ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസിലൊക്കെ അവർ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഇതെല്ലാം ഞാൻ പലരോടും പലരോടും ഞാൻ സംസാരിച്ചിരിക്കും. നിങ്ങൾ മദ്യപിക്കുന്ന എന്തിനാ ചോദിക്കുമ്പോൾ പറയും, അത് മനസ്സിന് സമാധാനം ഇല്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ സന്തോഷമില്ലാത്ത. ഞാൻ പറയും ശരി, നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം നിങ്ങളുടെ ബുദ്ധി അത് ഒന്ന് ഫ്രീസ് അനുഭവമായിരിക്കണം. പക്ഷെ ഇത് കഴിയുമ്പോഴും നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തിൽ തന്നെയല്ലേ നിൽക്കുന്നത്, അല്ലെ? അതിനെ കെട്ടുവിടുമ്പോ വീണ്ടും അവരെ യാഥാർത്ഥ്യത്തിൽ തന്നെ നിൽക്കുന്നത്. അവർക്ക് ആ സിറ്റുവേഷൻസ് ഒരു മാറ്റം വന്നിട്ടില്ല. കുറച്ചു നേരം അവരുടെ മനസ്സിന് ഇങ്ങനെ അതിനെ മരപ്പിച്ച് ഇവര് ഇതിൽ നിന്നും ഒരു മോചനം നേടാൻ ശ്രമിക്കും. അപ്പം വീണ്ടും ഈ സിറ്റുവേഷൻ, ഈ സാഹചര്യത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് കുടിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ട് അവർ പറയും വീണ്ടും ഓർമ്മ വരുമ്പോ, സുബോധം വരുമ്പോ വീണ്ടും കുടിക്കും. അപ്പം ഈ ബോധം മറഞ്ഞു പോകുമ്പോൾ ഇവര് ആ വിഷയങ്ങളെ മറന്നു പോകും. പക്ഷെ ഈ വിഷയം എപ്പോഴും അടുത്ത്. പക്ഷെ വിഷയത്തിന് അല്ലെങ്കിൽ നമ്മൾ കുറുക്ക് വഴി ഒന്നും അന്വേഷിച്ചാൽ വിഷയത്തിന് സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ കാരണം നമ്മുടെ വിഷയം വിടുവിക്കപ്പെടണം. നമുക്കൊരു സ്വസ്ഥത വേണമെങ്കിൽ, സമാധാനം വേണമെങ്കിൽ ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഇതൊക്കെ ലഭിക്കും നമ്മുടെ ദൈവത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഏത് സാഹചര്യത്തിൽ നമ്മൾ പോകുമ്പോഴും, ഏത് നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾ ഇരുന്നാലും നമുക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രം. എബ്രാഹിം പറയുന്നത് തന്നെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് സ്വസ്ഥതയിലേക്ക് കടക്കാനുള്ള വാഗ്ദത്ത ശേഷി അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഭിക്കാതിരിക്കും, നിങ്ങൾ ഭയപ്പെടുവിൻ. ആ സ്വസ്ഥത കനാൻ ദേശത്തെ കുറിച്ചല്ല പറഞ്ഞ, ആ സ്വസ്ഥത നിത്യതയെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. ആ സ്വസ്ഥത നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ സ്വസ്ഥമായിരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളെല്ലാം മാറിയിട്ട് നമ്മൾ സ്വസ്ഥത ആയിരിക്കുന്നല്ല, ഈ വിഷയങ്ങളെല്ലാം ഉള്ളപ്പോൾ നമ്മുടെ പത്മോസിൽ യോഹന്നാൻ ചുറ്റുപാടുമുള്ള അത്രയും പ്രതികൂലത്തിന്റെ ഇടയിലും മുട്ടുമടക്കാൻ ദൈവസന്നിധി ആത്മവിവശനാകാൻ സാധിച്ചെങ്കിൽ സാഹചര്യങ്ങൾ ചുറ്റുപാടുമുള്ളതൊന്നും യോഹന്നാനെ ഭയപ്പെടുത്തിയില്ലെന്നുള്ളതിന്റെ അർത്ഥം. നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ ചുറ്റുപാട് ചിലപ്പോൾ ആർത്തിരമ്പുന്ന തിരമാലയായിരിക്കും, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റായിരിക്കും. പക്ഷേ ഇതൊന്നും നമ്മുടെ തോണിയെ ഉലച്ചു കളയുന്നില്ലെങ്കിൽ നമ്മൾ ആ പാറമേൽ അടിസ്ഥാനമിട്ട വീട് പോലെ നമുക്ക് നിൽക്കാൻ അവിടെയാണ് നമ്മൾ സ്വസ്ഥരായിരിക്കും എന്ന് പറയുന്നത്.
അങ്ങനെയായിരിക്കണം നമ്മൾ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആമേ നമുക്ക് തന്നിരി പരിശുദ്ധാത്മ നമ്മളിലേക്ക് പകരപ്പെട്ടിരിക്കുന്ന നമ്മുടെ ആത്മാനെ ബലപ്പെടും. നമ്മൾ ആടി ഉലഞ്ഞു പോകുന്ന ഞങ്ങണ പോലെ പോകാൻ വേണ്ടിയിട്ടില്ല. ഉറപ്പുള്ള പാറമിൽ അടിസ്ഥാനം ഇട്ടതുപോലെ നിൽക്കാനുള്ളവരാ അവിടെ. ആമേ എന്റെ പേനപ്പിഴ വർദ്ധിച്ച് എന്റെ സങ്കടം എന്നെ വിടുവിക്കണമേ. അടുത്തത് എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. ഇതൊക്കെ അവിടെ ഭക്തൻ ദാവീദ് പ്രാർത്ഥിച്ചു. പക്ഷെ നമ്മുടെ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊന്നും വരുത്തില്ല നമുക്ക്. കാരണം ഇതൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മനപ്പീഡ ഉണ്ടാകാൻ പാടില്ല, അതിവേദന ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ അവിടെയൊക്കെ അതിന് ജയിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാ നമ്മൾ പറഞ്ഞു. എന്റെ ശത്രുക്കളെ നോക്കണമേ, അവർ കഠിന ദേശത്തോടെ എന്നെ ദേഷിക്കുന്നു. നമുക്ക് അവിടെ ചുറ്റും ശത്രുക്കളായിരുന്നെങ്കിൽ നമുക്ക് ചുറ്റും ഒരൊറ്റ ശത്രു മാത്രമേ ഉള്ളൂ. സാത്താൻ അവന്റെ കൂട്ടാളികളുമാണ്. അവൻ നമ്മളെ എത്രയൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാണ് ആ പീഡകളൊന്നും കണ്ട് നമ്മൾ കരഞ്ഞു വിളിക്കുന്നവരാകരുത്. കാരണം അവന്റെ മുമ്പിൽ തോറ്റു കൊടുക്കാനുള്ളവരല്ല നമ്മൾ. നമ്മൾ ജയാളിയായ ക്രിസ്തു നമ്മളിലുള്ള തോറ്റ ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തു അല്ല നമ്മുടെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് അവിടെ കഠിന ദേശത്തിന് ദേഷ്യം. എന്റെ പ്രാണനെ കാത്തെന്നെ വിടുവിക്കണേ, നിന്നെ ശരണമാക്കി ഞാൻ ലജ്ജിച്ചു പോകരുതേ. അപ്പൊ ഇവിടെ പ്രാണനാണ് ദാവീദിനെ അസ്വസ്ഥപ്പെടുത്തുന്നത്. അവിടെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു എന്റെ മനസ്സ് ആദ്യം തന്നെ പറയാം, യഹോവേ നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. കാരണം മനസ്സിലാണ് ദാവീദ് ഇങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോ അതെല്ലാം മനസ്സിനെ എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്റെ പ്രാണനെ കാത്ത് വിടുവിക്കണേ, നിന്നെ ശരണമാക്കുക ഞാൻ ലജ്ജിച്ചു പോയി. അപ്പൊ ദൈവത്തെ ശരണമാക്കുന്ന ദാവീദ് ലജ്ജിച്ചു പോയെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയാം, ദാവീദ് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, അവങ്കിലേക്ക് നോക്കി പ്രകാശം, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അപ്പൊ ദൈവത്തെങ്കിലേക്ക് നോക്കുന്നവർ ആരും ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. നിഷ്കളങ്കതയെ നേരും എന്നെ പരിപാലിക്കുമാറായിട്ട് ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിട്ട് ദൈവമേ ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങൾ വിട. അപ്പൊ നിഷ്കളങ്കതയെ നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ നിഷ്കളങ്കതയിലായിരിക്കണം, നേരുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരാണെങ്കിൽ ദൈവത്തിന്റെ പരിപാലനം നമുക്ക് ലഭിക്കും. ഇവിടെ പറഞ്ഞ ദൈവമേ ഇസ്രായേൽ അവന്റെ സകല കഷ്ടങ്ങൾ വേണ്ടിയിട്ട് 23-ാം സങ്കീർത്തനങ്ങളിൽ തുടക്കുന്ന യഹോവന്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാവുകയില്ല. അപ്പം ദൈവം ഇടയനായിരിക്കുന്ന ദൈവത്തെ ഇടയനാക്കി ദൈവം ഇടയനായിരിക്കുന്ന കർത്താവാണ് നമ്മളെ നടത്തുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ നല്ല ഇടയൻ അറിയാം യേശു കർത്താവ്. ആ ഇടയൻ നടത്തുന്ന രീതിയിൽ തന്നെ ആ ഇടയൻ നടത്തുന്ന ശബ്ദം കേട്ട് അനുസരിച്ച് നമ്മൾ നടക്കുന്നു. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ ആ ആടുകളാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് തന്നെ അനുസരിച്ച് നടക്കത്തുള്ളൂ. അങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ഒന്നും നമ്മുടെ തലയ്ക്ക് മീതെ വരുത്തില്ല. എന്തൊക്കെ വരുന്നെന്ന് നമുക്ക് തോന്നും. പലപ്പോഴും കൊടുങ്കാറ്റൊക്കെ ആഞ്ഞടിക്കുന്ന തിരമാലയൊക്കെ തള്ളിക്കയറി പടക് മുങ്ങിപ്പോന്നൊക്കെ തോന്നും നമുക്ക്. നമ്മൾ ചിലപ്പം കർത്താവെ നാഥാ നീ കാണുന്നില്ല എന്നൊക്കെ ചോദിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ അനുഭവം. പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായിട്ടും വിശ്വസിക്കുക, കർത്താവ് നമ്മുടെ പടകിലുണ്ടെങ്കിൽ നമ്മുടെ പടം ഒരിക്കലും മുങ്ങിപ്പോത്തില്ല. ആമേൻ. കർത്താവ് നമ്മുടെ പടകിലുണ്ടെങ്കിൽ ഒരിക്കലും ആ പടകിനെ തകർത്ത് കളയാൻ പറ്റത്തില്ല. കർത്താവ് നമ്മുടെ പടകിലുണ്ടെങ്കിൽ ചില ശൂന്യതകളൊക്കെ വന്നേക്കും. പക്ഷേ അതിനെ ആ ശൂന്യതകളൊക്കെ മാറ്റി നിറച്ച് അത് മറ്റുള്ള പടകൾക്കും കൂടെ അനുഗ്രഹമാക്കി തരാനും കർത്താവിന് പറ്റും. ആമേൻ. അപ്പം നമ്മള് കർത്താവിന്റെ ഇവിടെ കർത്താവിനെ അനുസരിച്ച് കർത്താവിന്റെ വാക്ക് കേട്ട് ഇടയനായ യേശുക്രിസ്തു നമ്മളെ നടത്തുന്നത് പോലെ നമ്മൾ നടന്നാൽ മതി. അപ്പൊ ആ ഇടയന്റെ നമ്മൾ പ്രത്യാശ വെക്കുമ്പോൾ നമ്മുടെ ഹൃദയം പൂർണ്ണമായ ദൈവത്തിൽ ഉറച്ചിരിക്കണം. പൂർണ്ണമായ അവന്റെ ശബ്ദം കേട്ടനുസരിച്ച് പൂർണ്ണമായി നമ്മൾ 24 മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴല്ല നമ്മൾ എപ്പോഴും അതുപോലെ നമ്മൾ ദൈവ മക്കളാകുന്ന നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാനുള്ളതാണ്. നമ്മൾ ഇത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ മൺകൂടാരങ്ങളിൽ പകർന്ന് അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. ദൈവം നമ്മുടെ മേൽ പകർന്നു തരുന്നത് നമുക്ക് കൂട്ടിവെക്കാനുള്ളത്. അതായത് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ കൊടുക്കാനായിട്ടും മറ്റുള്ളവർ പാപികളെ നേർവഴിക്ക് നടത്താനായിട്ടും ഒക്കെ നമ്മുടെ മേൽ കിടക്കുന്ന ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ വിഷയങ്ങളെല്ലാം മാറിയിട്ട് നമ്മുടെ ഉത്തരവാദിത്തം ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊന്നും നടക്കത്തില്ല എന്നൊന്നും. നമ്മുടെ വിഷയങ്ങളെല്ലാം മാറി നമ്മൾ സേഫ് ആയിട്ട് മറ്റുള്ളവരെ സഹായിക്കാന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. നമ്മൾ നമ്മുടെ ഇപ്പോഴിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ശ്രമിച്ചു തുടങ്ങണം. ചിലതൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴാണ് ദൈവം നമ്മളെ കൂടുതൽ ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുകയും നമ്മുടെ കയ്യിലേക്ക് തരുമെന്ന് അഭിഷേകമാകട്ടെ, സമ്പത്താകട്ടെ, മറ്റെന്താകട്ടെ ഞാൻ പറയും ദൈവത്തിൻ്റെതാണ് വേല. ദൈവത്തിൻ്റെതാണ് മിനിസ്ട്രി. ദൈവത്തിന്റെ സഭയുടെ ഉദ്ദേശം പരിശുദ്ധാത്മാവാണ്. സഭ ദൈവത്തിൻ്റെതാണ്, അല്ലെ ജനവും ദൈവത്തിന്റെ. പക്ഷെ അവരെ നടത്താനായിട്ട് ദൈവം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കഴിവിലും മിടുക്കില്ല ചെയ്യാൻ കേൾക്കേണ്ട കാലം. പക്ഷെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ അതിനുവേണ്ടി സ്റ്റെപ്പ് വെക്കണം. സ്റ്റെപ്പ് ഞാൻ പലപ്പോഴും പലരെയും നമ്മൾ ഇപ്പൊ ബെന്നിഹന്റെ ഭാഷ തന്നെ നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇത്ര ശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസൻ വിക്കനായിരുന്നു.
അതേ മെസ്സേജ് പറയാൻ സ്റ്റേജിൽ കയറി മൈക്കെടുത്ത് വായി തുറന്നപ്പോഴും അദ്ദേഹത്തിന്റെ വിക്ക് മാറിയത്. കാരണം നമുക്ക് എന്താണോ വേണ്ടുന്നത്, അവിടെ നിൽക്കുന്ന സമയത്ത് എന്താണോ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അത് നമ്മൾ സ്റ്റെപ്പ് വെച്ച് അതിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് ദൈവം നമ്മൾക്ക് അത് അല്ല നമുക്ക് അയ്യോ എനിക്ക് ഇത് ഇപ്പൊ ഇല്ല കേട്ടോ, എനിക്കല്ല പ്രസംഗിക്കാൻ അറിയത്തില്ല കേട്ടോ, എനിക്കല്ലെങ്കിൽ കൃപാവരം ഇല്ല കേട്ടോ, എനിക്കല്ലെങ്കിൽ ഇത് അറിയത്തില്ല, അല്ല ഇത് ചെയ്ത ഞാൻ ചെയ്ത ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. നിങ്ങൾ അത് ധൈര്യത്തോടെ ഹാലേലിയ. ഒരു ഭൂതമായിട്ട് കഴിഞ്ഞ അപ്പൊ ആ ദേവസ്വം പറഞ്ഞ എനിക്ക് ഒരു ഭൂതം ബാധിച്ചൊരു പെൺകൊച്ചവിടെ ഹാലേലിയ, കയറി അങ്ങോട്ട് ചെല്ലുക, അങ്ങോട്ട് പ്രാർത്ഥിക്കുക ഹാലേലിയ. ഞാൻ പറയാം നമ്മളെ കാണാതെ തന്നെ പിശാച് ഇറങ്ങി പോകും. ആമേൻ. അപ്പൊ അങ്ങനെ തന്നെയാണ് എല്ലാവരും ശുശ്രൂഷിച്ചിട്ടുള്ളത് ഹാലേലിയ. നമ്മുടെ ഞാനൊക്കെ പറയും, ദൈവത്തിന് പുതിയ വിശ്വാസം പഴയ വിശ്വാസം ഒന്നുമില്ല. ദൈവം എല്ലാവരുടെ മേലും പരിശുദ്ധാത്മ ഒരുപോലെ അല്ല. ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ആ മക്കൾ എക്സ്പീരിയൻസ്ഡ് ആയ മക്കള്, കുറെ പ്രായമായ മക്കളൊന്നുമില്ല, എല്ലാ മക്കൾക്കും ദൈവം ഒരുപോലെ പ്രിവിലേജ് തരുന്ന ഹാലെ. പക്ഷെ ഈ മക്കളുടെ അവകാശത്തെ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് ഹാലെ മക്കളാണ് നമുക്ക് ആ പുത്രത്വം നമ്മൾ വെളിപ്പെടുത്തുള്ളൂ. നമ്മളെവിടെയെല്ലാം മാറി ഇരുന്നിട്ട് പുത്രനാണെന്ന് പറഞ്ഞിപ്പം നമുക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും എത്ര കാര്യമുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? അവർക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അറിവ് പ്രാപിക്കുക, അല്ലെ നമ്മൾ അതിനെക്കുറിച്ച് ബോധമുള്ളവരായി നമ്മൾ ഉപയോഗിച്ചു തുടങ്ങും. എന്റെ അപ്പന്റെ ആണ് ഇത്, അതാണ് എനിക്ക് അവകാശം. യേശു കർത്താവ് പറഞ്ഞ ആമേ ഞാൻ അധികം ചെയ്യും ഹാല. യേശു കർത്താവിലുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മളിലേക്കും പകരപ്പെട്ടിട്ടുണ്ട് ഹാലലിയ. ആ അധികാരം എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഈ അധികാരത്തെ കുറിച്ച് ബോധം ഉണ്ടായാൽ മാത്രം മതി നമ്മൾ അവിടെ ഭയപ്പെടത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, നമ്മൾക്ക് അവരെ വേണ്ടി പറയുക, സംസാരിക്കാൻ പറ്റും ഹാലലിയ. നമുക്ക് അവരെ വേണ്ടി വിടുവിക്കാൻ പറ്റും ഹാല. നമ്മൾ ഒരാൾ വിഷയങ്ങൾ ഹാല നമ്മുടെ കീഴിലേക്ക് ഒരാൾ പ്രാർത്ഥിക്കാൻ സങ്കടത്തോടെ പ്രയാസത്തോടെ എന്താ വിഷയങ്ങള്, ആ രോഗമൊക്കെ കേട്ട് മരുന്ന് കൊടുക്കുന്ന ഡോക്ടർമാരെ പോലും നമ്മൾ ആകേണ്ട കാര്യമില്ല ഹാലേലുയ. കാരണം അവരൊന്നും പറയാതെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ വിഷയം എന്താ ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മള് ശരിക്കും പറഞ്ഞാല് ഒരു വിഷയം ചോദിക്കാതെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലേ കിടക്കഴിഞ്ഞു, പിന്നെ നമ്മൾ ഇതിൽ നിന്നാണ് വരുന്നത്, ഇതാണ് നമ്മളോട് പറയുന്നത് എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു വിഷയം ആരും പറയാതെ നമ്മൾ അവരുടെ മേൽ കൈവയ്ക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം അവരുടെ ഹൃദയത്തിൽ നമുക്ക് പകർന്നു തരും. അല്ലെ ദൈവം അവരുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ, ദൈവത്തിന്റെ ഹൃദയത്തിലെ ഇരിക്കുന്ന അവര് പറഞ്ഞ രഹസ്യങ്ങളൊക്കെ നമ്മളിലൂടെ ദൈവം കാണാം. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അന്നേരം വിടുതൽ നടക്കുന്നത്, പക്ഷെ അവർ സമാധാനത്തോടെ പോകും. എന്താ വെച്ചാൽ ദൈവമേ ഞാൻ പറഞ്ഞ എന്റെ സങ്കടം എല്ലാം ദൈവം കേട്ടിട്ടുണ്ട് അല്ലെ. അതാണ് അതിന്റെ ഉറപ്പ്. കാരണം ഞാനിപ്പം ഇപ്പം സാറമിസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാറമിസ്റ്റ് ദൈവത്തോട് സങ്കടമൊക്കെ പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ദൈവം ആ സങ്കടമൊക്കെ എന്താ സാറമിസ്റ്റ് പറഞ്ഞത് എന്നിലൂടെ സംസാരിക്കുന്ന സാറമിസ്റ്റൊക്കെ അയ്യോ സമാധാനം, എന്തൊരു സമാധാനമാണ്. കാരണം വെച്ചാൽ അയ്യോ ഞാൻ പറഞ്ഞ എല്ലാം ദൈവം കേട്ടിട്ടുണ്ടല്ലോ, അപ്പൊ എന്റെ കാര്യത്തിൽ വിടുതലുണ്ട് അല്ലെ. ആ ഒരു വിശ്വാസമാണ് ദൈവം ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ചാൽ അങ്ങനെ ഒത്തിരി പേരെ സങ്കടത്തിലിരിക്കുന്ന സമാധാനമില്ലാതിരിക്കുന്നവരെ മിഹാല് നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും. കാരണം ഞാനിപ്പോ ഞാൻ പണ്ട് ധർമ്മക്കണ്ട പാസ്റ്റർ അടുത്ത് ചെന്നപ്പോഴത്തേന് എന്നോട് സംസാരിച്ചു തുടങ്ങിയതൊക്കെ എന്നിട്ട് ആദ്യം എന്നോട് ചോദിച്ച ദേവാസൻ അല്ലെ, ഞാൻ ഇങ്ങനെ ചെന്നപ്പോ എന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം അല്ലെ. അവർ മരിച്ചിട്ട് അവരുടെ ധൈര്യത്തെ കുറിച്ച് പറയുന്നത്, ദൈവം നിനക്കൊരു ധൈര്യം തന്നിട്ട് അത് കളയരുത് കേട്ടോ എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത് പുള്ളിയുടെ ചെന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറയുന്ന എന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട് ഹാലേലിയ. അതെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നീ ഇങ്ങനെ ഒരു ആഗ്രഹം പറയാനുണ്ടോ ദൈവത്തോടെന്ന് ചോദിച്ചു. ഞാനങ്ങ് ചിരിച്ചു പോയി ഹാലെ. കാരണം വെച്ച് കഴിഞ്ഞാല് അത് വളരെ പേഴ്സണൽ ആയിട്ട് ദൈവവും ഞാനും അപ്പൊ ഞാൻ പറയാറുണ്ട് പറഞ്ഞ് അതങ്ങനെ തന്നെ സംഭവിക്കും, ദൈവം കാണിച്ചു തരുന്നുണ്ട്, അത് സാധിക്കും കേട്ടോ. ഇന്നും എന്റെ മനസ്സിൽ ഏറ്റവും വലിയ പ്രത്യാശയാണ് ഹാലേലിയ. ആമേൻ. അതുകൊണ്ട് ആമേൻ, അത് ആണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഹാലേലിയ. കാരണം എന്റെ ദൈവം അതെനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു ഹാലേലിയ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഹാലേലിയ ഏത് സാഹചര്യത്തിൽ കൂടെ പോകുമ്പോഴും ഏത് അവസ്ഥ നമ്മൾ പോകുന്ന സമയത്ത് ഹാലേലിയ നമ്മളെ ഓർമ്മിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്ന അങ്ങനെ ചില കാര്യങ്ങൾ ദൈവം നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാണ് ഹാലേലിയ. കാരണം ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, പക്ഷെ അത് ദൈവത്തിന്റെ ഭക്തൻ ആ ഒരു മനുഷ്യന്റെ വായിലൂടെ എന്നോട് സംസാരിക്കണമെങ്കിൽ ദൈവം ഹാലേലിയ അത് നമുക്ക് സാധിപ്പിച്ച് തരുമെന്നുള്ള ഉറപ്പ് ദൈവം അത് കേട്ടു എന്നുള്ളത് നമ്മളെ അറിയിക്കുക. ഇതിവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ഇത് റിസീവ്. അതുപോലെ ഞാൻ നേരത്തെ പിന്നെ ഇവിടെ നിന്നിട്ട് ദൈവരാജ്യത്തെ കുറിച്ചും നമുക്ക് ദൈവം തന്ന മിഷനൊക്കെ ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ദിവസം ദൈവത്തോട് നിന്ന് അത് ഞാനിങ്ങനെ പറഞ്ഞു. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അല്ല ദൈവമേ നീ പറഞ്ഞില്ലേ അവർക്ക് കൊടുത്ത് ഇവർക്ക് കൊടുത്തെന്നൊക്കെ നീ പറഞ്ഞില്ലേ, അതൊക്കെ എന്നോട് പറഞ്ഞത് എന്താ കാര്യം എന്റെ തന്നൊക്കെ അപ്പൊ അറിയാം, അത് ഞാനിങ്ങനെ ഉപയോഗിക്കുന്നത്. അല്ല ഈ പറഞ്ഞ് ഇങ്ങനെ വാക്ക് ഇങ്ങനെ തന്നെ ദൈവത്തോട് എന്ന് പറഞ്ഞ് അത് ഹാലെ നമ്മുടെ ഇവിടെ തന്നെയുള്ള ഷീനുബ്രദർ എനിക്ക് അറിയത്തുപോലെ ഒരു പരിചയമില്ല. ഷീനുബ്രദർ എന്റെ നമ്പർ എടുത്ത് വാട്സപ്പ് ചെയ്തിട്ട് ഹാലേലിയ എന്നെ വിളിച്ച് എന്നെ ഇതുപോലെ ദൈവത്തോട് പറഞ്ഞു, ഈ പറഞ്ഞ കാര്യം ദൈവം കേട്ടിട്ടെന്ന് അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ പല അനുഭവങ്ങൾ എനിക്കുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ മാത്രം നമ്മൾ ദൈവമായിട്ടിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ
ദൈവം അത് മറ്റുള്ളവരിലൂടെ എന്നോട് അറിയിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ഇത് ഞാൻ സാധിപ്പിച്ച് അല്ലെ ഇത് ഞാൻ ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞ് ഉറപ്പ് തന്നിട്ടുണ്ട്. ഹലെ ഇതാണ് ഹലെ. അങ്ങനെ എന്താ പറയാ, നമ്മൾ ഏത് അവസ്ഥയിൽ പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ ഓർപ്പിക്കും ദൈവം. ഹലെ കാരണം അന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു എന്നുള്ളത് അവിടെ രജിസ്റ്റർ ആയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അറിയിക്കുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലില്ല ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഹാലില്ല അതുപോലെ നമ്മൾ ആകണം. ഹാലെ അവരെയൊക്കെ ഉറപ്പിക്കാനായിട്ട് അവരുടെ ഏത് എത്ര വലിയ ഹാലിയ ആമെ തകർച്ചയിൽ കൂടെ അവർ കടന്നു പോകുമ്പോഴും ഹാലെ ഇതുപോലുള്ള കാര്യങ്ങൾ ദൈവം നമ്മുടെ പ്രാർത്ഥന നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ബലപ്പെടും. അതുപോലെ അനേകരെ ബലപ്പെടുത്താൻ വേണ്ടി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രയോജനപ്പെടാം. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ഇന്ന കാര്യം ഇപ്പൊ ഞാൻ എങ്ങനെയാ ദൈവം എന്നോട് ഇത് കാര്യം സാറാമിസ്റ്റർ പ്രാർത്ഥിച്ചൊരു വിഷയം ഹാലെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന രീതിയിലാകണം. എന്നാലും ദൈവം എന്നോട് പറഞ്ഞു, മോളെ നീ അവിടെ പോയി പറ, അവൾ വിഷമത്തിൽ ഇരിക്കുക, നീ ഒന്ന് പോയി ആശ്വസിപ്പിക്കുക, ഇത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറ, ഇത് ഞാൻ സാധിപ്പിക്കുമെന്ന് പറ എന്ന് പറയിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരാകണം. ഹാലെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് പറഞ്ഞിട്ട് വൺ വേ സൈഡ് റേഡിയോ പോലെ ആകാതെ എഴുന്നേറ്റ് പോകരുത്. ഹാലെ ദൈവം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആശ്വാസം വേണ്ടി നമ്മൾ ആക്കി വെച്ചിരിക്കണം. നമ്മൾ അവരുടെ വിഷയങ്ങൾ കേൾക്കാൻ ദൈവത്തിൽ നിന്ന് കേൾക്കണം. മനുഷ്യർ പറയുന്നല്ല, ദൈവത്തിൽ നിന്ന് അത് കേട്ടിട്ട് അവരെ ആശ്വസിപ്പിക്കാനായിട്ട്, അവരെ ഉറപ്പിക്കാനായിട്ട്, അവരെ സമാധാനപ്പെടുത്താനൊക്കെ ദൈവം അങ്ങനെ ഒരു വാക്കൊക്കെ ദൈവം പറയുകയാണെങ്കിൽ ഇവര് മറ്റ് എവിടെയൊക്കെ അന്വേഷിച്ചാലും കിട്ടാത്ത സ്വർഗീയ സമാധാനം അവർ വന്നെന്നറിയും. ഹാലയിലിയ നമ്മളെ അതിനാക്കി ദൈവം ആക്കി വെച്ചപ്പോ നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് ദൈവത്തെങ്കിലേക്കായി നമ്മൾ ആശ്രയിക്കുന്ന പോലെ അനേകരെ ഹാലലി അതിലേക്ക് ഉറപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ ഭക്തന്റെ ഹാലലിയ പ്രാർത്ഥന നമ്മൾ കണ്ടു. ഹാലലിയ ദാവീദ് ഹാലലിയ ഒരു ദാസനായിരുന്നുവെങ്കിൽ അല്ല നമ്മളിന്ന് മക്കളാണ്, നമ്മളുടെ പ്രാർത്ഥന ഈ രീതിയിൽ അല്ലെങ്കിൽ പോലും ഹലലി ഇത് കണ്ടിട്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സങ്കീർത്തന ആ വഴികൾ നടക്കാൻ വേണ്ടി ഒരു ഭക്തനായിരുന്ന മനുഷ്യൻ ഒരു ദാസനായിരുന്ന മനുഷ്യൻ ഹലിനെ എങ്ങനെ ദൈവത്തിന്റെ പാതകളിലൂടെ നടക്കാൻ ആഗ്രഹിച്ചു. അതിനെക്കാട്ടി ഹലലിയ നമ്മൾ ദൈവത്തിന്റെ പാതകൾ തന്നെയായിരിക്കും. കാരണം ദൈവത്തിന്റെ മക്കളെന്ന് നമ്മുടെ പേര്. ആ മക്കളായിരിക്കുമ്പോൾ നമ്മൾ ഹലലിയ പിതാവിന്റെ ഇഷ്ടം ഹൃദയത്തിലെ ആഗ്രഹത്തെ അനുസരിച്ച് ചെയ്യുന്നവരായിരിക്കണം, അല്ലെ മനസ്സിലാക്കി ചെയ്യുന്നവരായിരിക്കണം. അതുകൊണ്ട് ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.